ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഒരു ചെറിയ പ്രാർത്ഥനയോടെ തുടങ്ങാം. ഓം ജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയ ചക്ഷുരുന്മിലിതം തസ്മൈ ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന സ്വയം സ്വപദാനായ വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരു വൈഷ്ണവാംശ ശ്രീരൂപം സാഗരജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിത ശ്രീ വിശാഖാന്വിതാംശ ഹേ കൃഷ്ണ കരുണാസിന്ധോ ദീനബന്ധോ ജഗത്പതി ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപശ്ച കൃപാ സിന്ധൂഭ്യേന ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ. നമോ വൃഷഭായ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ രാമ ഹരേ രാമ 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 ഹരേ. ഓം ഭഗവതേ വാസുദേവായ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. ഇവിടെ ശ്രീ ബാലചന്ദ്രൻ എന്നെ കുറിച്ച് ചിലത് പറയണ്ടായി. ഞാനൊരു പ്രഭാഷകനൊന്നുമല്ല, ഞാനൊരു സാധാരണക്കാരനായ ഒരു വ്യക്തി തന്നെയാണ്. പിന്നെ നമ്മൾ പൊതുവായി എല്ലാവരും ചെയ്യുന്ന പോലെ ഭൗതികമായ ജീവിതത്തിനിടയിൽ ആധ്യാത്മിക തലത്തിലേക്ക് ഒരു എത്തിനോട്ടം നടത്തുകയും അതിലൊരു പരിധിവരെ എനിക്ക് കുറച്ച് മുന്നേറാൻ സാധിച്ചു എന്നുള്ളതൊരു നേട്ടമായി കരുതുന്നു. അപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ നമ്മൾ പഠിച്ചും സത്സംഗങ്ങളിലൂടെയും അല്ലെങ്കിൽ ആചാര്യന്മാരിൽ നിന്നുമെല്ലാം കേട്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ, അപ്പൊ അതിന്റെ ആ പ്രാധാന്യം മനസ്സിലാക്കിയപ്പോൾ അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കണം എന്നുള്ള ആ ഒരു തോന്നൽ, ആ ഒരു ഉദ്ദേശത്തോടെയാണ് അധികവും ഞാൻ ഈ പ്രഭാഷണങ്ങളിലേക്ക് മുന്നിട്ട് ഇറങ്ങുന്നതും ഇറങ്ങിയത്. ഇവിടെ വളരെ കോമൺ ആയ സബ്ജക്റ്റാണ്. നമുക്ക് കലിയുഗ ധർമ്മം എന്ന ഒരു പേര് നമ്മൾ കൊടുത്തു. നമുക്കറിയാം, നമ്മൾ പറയുന്നത് നമ്മളിപ്പോ കലിയുഗത്തിലാണ് ജീവിക്കുന്നത്. അപ്പോ നമ്മളൊരു കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ, വലിയ തത്വങ്ങളിലൊന്നും പോകാതെ നമ്മളൊരു കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആധുനികമായി വളരെയധികം, അല്ലെങ്കിൽ ഈ ആധുനിക ലോകത്ത് നമ്മൾ വളരെയധികം പുരോഗമനത്തിന്റെ പാതയിലാണ്, അല്ലെ? അതിൽ ആർക്കും സംശയമില്ല. നമ്മൾ പണ്ടത്തെ കാലത്തെ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം പുരോഗമിച്ചിരിക്കുകയാണ് സാങ്കേതികമായിട്ടെന്ന് പറയാം. എന്നാൽ മാനുഷികമായി നമ്മൾക്ക് ആ പുരോഗതി ഉണ്ടോ? അത് നമ്മളൊന്ന് ചിന്തിക്കേണ്ട അവസ്ഥയിലാണ്. എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും ഇന്നത്തെ കാലത്ത്. കാരണം നമ്മൾക്കറിയാം, പണ്ട് നമ്മുടെ അച്ഛനമ്മമാര്, മുത്തച്ഛന്മാര് അവരൊക്കെ എങ്ങനെ ജീവിച്ചിരുന്നു, ആ സാഹചര്യം ഇപ്പൊ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം സൗകര്യങ്ങളാണ് നമുക്ക് നമ്മുടെ കയ്യിലുള്ളത്, അല്ലെ? ഒരാളെ വിളിക്കണമെങ്കിൽ പണ്ട് പോയി പറയണമായിരുന്നു, പിന്നെ കത്തെഴുതണമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇപ്പൊ ഫോണിൽ വിളിക്കാം. അതുപോലെ തന്നെ ഇപ്പൊ ഫോണിൽ നമുക്ക് കണ്ടുകൊണ്ട് സംസാരിക്കാം. അപ്പൊ ആ രീതിയിലേക്ക് നമ്മുടെ ടെക്നോളജി വളർന്നു നിൽക്കുന്ന കാലഘട്ടമാണ്. അതനുസരിച്ച് മനുഷ്യൻ എന്ന രീതിയിൽ നമ്മൾ വളർന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ച ചോദ്യം. എല്ലാവരുടെയും മനസ്സിലാവും ഉത്തരവുണ്ടാവും, ഇല്ല എന്നുള്ളത്, അല്ലെ? കാരണം നമ്മൾ കാണുന്നതാണ്, നമ്മൾ ഇത്രയധികം പുരോഗമിച്ചു, നമ്മൾ സാക്ഷരരാണ്, എല്ലാവിധത്തിലും നമുക്ക് പല ജ്ഞാനമുണ്ട്, അറിവുകളുണ്ട്. പക്ഷെ സംഭവിക്കുന്നത് ചുറ്റിലും വളരെ മൃഗീയം എന്ന് പോലും പറയാൻ പറ്റില്ല. കാരണം അതിനേക്കാൾ മൃഗങ്ങൾക്ക് കുറച്ചുകൂടി അന്തസ്സുണ്ട്,
അതിനേക്കാൾ മോശമായ കാര്യങ്ങളാണ് മനുഷ്യൻ ചുറ്റും ചെയ്തു കൂട്ടുന്നത്, അല്ലെ? ഇതിലാർക്കും തർക്കമില്ല, സംശയം നമ്മൾ കാണുന്നതാണ്. നല്ല വ്യക്തികൾ ധാരാളമുണ്ട്, പക്ഷെ അതിനേക്കാൾ കൂടുതൽ അസുരഗണങ്ങളാണോ എന്നുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് കാര്യങ്ങൾ കടന്നിരിക്കുന്നത്. അപ്പൊ എവിടെയാണ് പാളിച്ച പറ്റിയിരിക്കുന്നത്? നമ്മൾ സാങ്കേതികമായി ഒരുപാട് പഠിച്ചു, അറിവുണ്ടാക്കി, ഉയർന്നു വന്നു. പക്ഷെ എന്തോ ഒരു കുറവ് എവിടെയോ സംഭവിക്കുന്നുണ്ട്. വേറെ രീതിയിൽ നോക്കിയാൽ ഇപ്പൊ നമ്മുടെ മക്കളെ നമ്മൾ പഠിക്കാൻ വിടുന്നു, അല്ലെ? ഇപ്പൊ ഒരു കുട്ടിയെ നമ്മളൊരു ഡിഗ്രി എടുക്കാനായിട്ട് ഒരു കോളേജിലേക്ക് വിടുമ്പോൾ ആ കുട്ടിയുടെയും അവിടെയുള്ള ആ അധികൃതരുടെ ഉദ്ദേശം എന്താണ്? ആ കുട്ടി ഏത് പദ്ധതിയിൽ ചേർന്നിരിക്കുന്നു ആ പ്രോഗ്രാം അനുസരിച്ച് ആ പാഠ്യപദ്ധതി പഠിച്ച് മിടുക്കനായി അല്ലെങ്കിൽ മിടുക്കിയായി പാസ്സാവുക, അല്ലെ? അതിനുശേഷം ജോലി നേടി പോവുക. ആ ചെല്ലുന്ന കുട്ടി അവിടെ ചെല്ലുമ്പോൾ അവിടെ പല സാഹചര്യങ്ങളുണ്ട്. ഇപ്പൊ ഒരു കോളേജിൽ പോകുന്നെങ്കിൽ ഒരുപാട് സാഹചര്യങ്ങളുടെ പലതും ഉണ്ടാവും. കുട്ടിയുടെ ലക്ഷ്യം പഠിക്കൽ ആണെങ്കിൽ പോലും പല സാഹചര്യങ്ങൾ ആ കുട്ടിയെ പിടിച്ച് വലിക്കും. അപ്പോ ആ കുട്ടിക്ക് പ്രത്യേകിച്ച് ഒരു ഓറിയന്റേഷൻസ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഉപദേശങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ പരിചയങ്ങളോ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടി അതിലേക്ക് ആകൃഷ്ടനാവാൻ വളരെയധികം സാധ്യത. വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മളൊരു കോഴ്സ് പഠിക്കാൻ പോകുമ്പോൾ ആ കോഴ്സിനൊരു സിലബസ് ഉണ്ട്, അല്ലെ? ഒരു സിലബസ് ഉണ്ടല്ലോ, ആർക്കും തർക്കമില്ല, ആരും തല പോലും ആകത്തില്ല, കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ, അല്ലെ? അപ്പോ ആ സിലബസിനനുസരിച്ചാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലെ? ഒരു കോഴ്സിന് എന്നാൽ എല്ലാ കോഴ്സിനും ഒരു സിലബസ് അല്ല, ഓരോ കോഴ്സിനും ഒരു സിലബസ് ആണ്. അപ്പൊ ആ സിലബസ് പ്രകാരം നമ്മൾ പഠിച്ചാൽ നമ്മൾ തീർച്ചയായും പരീക്ഷയിൽ നല്ല മാർക്കോടെ പാസ്സാവും. പഠിക്കാൻ പോകുന്ന കുട്ടി ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കാലയളവ് 3 വർഷം എന്ന് വിചാരിക്കുക. 3 വർഷം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പഠിക്കുന്നു. സിലബസിലുള്ളതൊന്നും പഠിച്ചില്ല എന്ന് വിചാരിക്കുക. എന്ത് സംഭവിക്കും? അവസാന പരീക്ഷയിൽ തോറ്റുപോകും, അല്ലെ? വീണ്ടും അവിടെ തന്നെ കിടക്കേണ്ടി വരും, അല്ലെ? നമ്മുടെ ജീവിതമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരു അവസാന പരീക്ഷയുണ്ട്. എപ്പോഴാണ്? നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് ശരീരത്തിനോട് ടാറ്റ പറഞ്ഞു പോകുന്നൊരു സമയമുണ്ട്, അല്ലെ? ഇപ്പൊ ശരീരത്തിൽ നിന്ന് ദേഹത്തിനെ വിട്ട് പോകുന്ന സമയം നമ്മുടെ പരീക്ഷയാണ്. ആ പരീക്ഷയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾക്ക് ചില സിലബസുകൾ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ആ സിലബസുകൾ പ്രകാരമല്ല നമ്മൾ ജീവിച്ചിട്ടുള്ളതെങ്കിൽ അവസാന പരീക്ഷയിൽ തോൽവി ഉറപ്പ്. അപ്പൊ നമ്മൾക്ക് സംഭവിക്കുന്ന എന്താന്ന് വെച്ചാൽ നമ്മൾ സാങ്കേതികമായി ഉയരുന്നു, പക്ഷെ അതിന്റെ കൂടെ ആത്മീയമായി നമ്മൾ അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെയാണ് പ്രശ്നം വരുന്നത്. ഉദാഹരണം നോക്കിയാൽ കാണാം, എത്ര രീതിയിൽ പഠിച്ച് ചിലപ്പോൾ PhD ഭയങ്കര ഹയർ ക്വാളിഫിക്കേഷനൊക്കെ ഉള്ള ഒരാൾക്ക് ഒരു പ്രത്യേക സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ പിടിച്ചു നിൽക്കാനാവുന്നില്ല, ആത്മഹത്യ ചെയ്യും. നമ്മൾ കാണുന്നതാണ്. വളരെ വിദ്യാഭ്യാസമുള്ള വിവരമുള്ള കുട്ടികള്, മുതിർന്നവര്, അവരൊക്കെ ആത്മഹത്യയിൽ അവയെ കണ്ടെത്തുന്നത്. അവര് പേടിച്ച് ഓടുകയാണ്, അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. അപ്പോ നമ്മളുടെ ഭൗതികമായ വിദ്യാഭ്യാസത്തിന് അപാകതയുണ്ട്. വിദ്യാഭ്യാസം വേണ്ടാന്നല്ല, വിദ്യാഭ്യാസം തീർച്ചയായും നമുക്ക് ആവശ്യമാണ്. പക്ഷെ അതിന്റെ ഒപ്പം എന്തോ നമ്മൾ ഉപേക്ഷിച്ചു. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ കുറിച്ച് മനസ്സിലാക്കണം. എന്നാലും നമുക്ക് ആ സിലബസ് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾക്ക് 2 ഭാഗങ്ങളുണ്ട്, അല്ലെ? നമ്മൾ ഒരു മനുഷ്യനെടുത്താലും ഒരു മൃഗമെടുത്താലും ഒരു സസ്യം എടുത്താലും 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ഏതാണ്? ഒന്ന് ഗ്രോസ് ബോഡി, അതായത് സ്ഥൂല ശരീരം. ഒന്ന് സട്ടിൽ ബോഡി അല്ലെങ്കിൽ സൂക്ഷ്മ ശരീരം. അപ്പൊ നമ്മളിവിടെ നിൽക്കുമ്പോൾ എന്നെ നിങ്ങൾ കാണുന്നത് എന്റെ സ്ഥൂല ശരീരമാണ്. അപ്പൊ ഈ സ്ഥൂല ശരീരം നമുക്ക് കാണാൻ പറ്റും. എന്റെ സൂക്ഷ്മ ശരീരത്തിൽ എന്തൊക്കെയുണ്ട്? മനസ്സ്, ബുദ്ധി, അഹങ്കാരം. കൂടെ ആരുണ്ട്? അവിടെ സൂക്ഷ്മമായിട്ട് ആരുണ്ട്? നമ്മൾക്ക് ഈ ചേതന തരുന്ന നമ്മുടെ ജീവാത്മാവുണ്ട്. ആ ജീവാത്മാവിന്റെ അടുത്ത് ഭഗവാന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് പരമാത്മാവുണ്ട്. ഈ ജീവാത്മാവ് ആണ് സത്യത്തിൽ നമ്മൾ, അല്ലെ? അപ്പൊ ഭഗവത്ഗീത സന്ദേശത്തിന്റെ പ്രാധാന്യം ഇതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കിയത്.
ഭഗവത്ഗീതയുടെ തുടക്കത്തിൽ 2ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ ഏറ്റവും കൂടുതൽ പറയുന്നത് എന്തിനെ കുറിച്ചാണ്? ആത്മാവും ശരീരവും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ സിലബസ് നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കണം, നമ്മൾ ഈ കാണുന്ന സ്ഥൂല ശരീരമല്ല നമ്മൾ എന്ന് പറയുന്നത്. നമ്മുടെ ഈ സ്ഥൂല ശരീരത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന, അല്ലെങ്കിൽ അത് അടുത്തിരിക്കുന്ന എന്ന് വെച്ചാൽ അതൊരു ഫിസിക്കലായിട്ട് ഹൃദയവും കിഡ്നിയൊക്കെ ഇരിക്കുന്ന പോലെയല്ല, അത് അതീന്ദ്രിയമാണ്. ഇന്ദ്രിയങ്ങൾക്ക് അതീതമായി നമ്മൾ ചിന്തിച്ചാലേ നമുക്ക് മനസ്സിലാവൂ. നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ജീവാത്മാവുണ്ട്. ആ ജീവാത്മാവിനോടൊപ്പം പരമാത്മാവായ ഭഗവാനുണ്ട്. ഈ ജീവാത്മാവ് എന്ന് പറയുന്നത് എന്താണ്? ഭഗവാന്റെ തന്നെ അംശമാണ്. ഭഗവാന്റെ എല്ലാ ഗുണങ്ങളും നമ്മുടെ ജീവാത്മാവിനുണ്ട്, അതായത് നമുക്കുണ്ട്. പക്ഷെ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ കാരണം ഭഗവത്ഗീത മുഴുവൻ വായിച്ചു നമുക്ക് മനസ്സിലാവും. പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. സത്വ രജോ തമോ ഗുണങ്ങളിൽ പെട്ട് നമ്മൾ വട്ടം കറങ്ങും. അപ്പൊ നമ്മൾ കരുതും, അതായത് നമ്മുടെ ജീവാത്മാവ് ശുദ്ധനാണ്, മാലിന്യം കലരാത്തതാണ്. പക്ഷെ ആ ജീവാത്മാവ് കരുതും ഞാൻ ഈ ശരീരമാണ് കരുതും. അവിടെയാണ് പ്രശ്നം സംഭവിക്കുന്നത്. അപ്പോൾ ജീവാത്മാവ് ഇപ്പൊ ഒരു നായയുടെ ശരീരത്തിലാണെങ്കിൽ അവിടെ ആ ഭൗതിക സുഖം കണ്ടെത്താൻ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കും. മനുഷ്യന്റെ ശരീരത്തിലാണെങ്കിൽ അവിടെ അത് സുഖിക്കാനുള്ള ശ്രമം തുടരും. ആ ശരീരമാണ്. ഇപ്പൊ ഒരു പൂച്ചയുടെ ശരീരത്തിലാണെങ്കിൽ അത് ആ ശരീരത്തിനുള്ള ശ്രമം തുടരും. അതാണ് ജീവാത്മാവിന് പറ്റുന്ന ഒരു അബദ്ധം. ഇത് ഭഗവത്ഗീത വളരെ കൃത്യമായിട്ട് നമുക്ക് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോ നമ്മൾക്ക് ഈ ഒരു ജ്ഞാനം അല്ലെങ്കിൽ അറിവ്, നമ്മൾ ഈ ഭൗതിക ശരീരമല്ല, ഈ ആത്മാവാണ്, നമ്മൾ ശരിക്കും ആത്മാവാണ് എന്നുള്ള ആ ഒരു അറിവ് നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് കൃത്യമായ നമ്മുടെ ഗ്രന്ഥങ്ങൾ വായിച്ച് നമ്മൾ പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ അതുപോലുള്ള ആചാര്യങ്ങളാൽ നമ്മൾ കേൾക്കണം. അല്ലെങ്കിൽ അത്രയും ഉന്നതരായ വ്യക്തികളിൽ നമ്മുടെ ശിഷ്യത്വം സ്വീകരിച്ചതിനെ കുറിച്ച് ദീർഘമായി അല്ലെങ്കിൽ ഗാഠമായി മനസ്സിലാക്കിയിരിക്കണം. ഇത് നമ്മൾ മനസ്സിലാക്കാതെ നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കില്ല. കാരണം എന്താ? നമ്മുടെ കുട്ടികളെ തള്ളിവിടുന്നത് ഈ ഭൗതികമായ മെറ്റീരിയൽ നോളജുകൾ പഠിക്കാനാണ്, അല്ലെ? അപ്പൊ ഞാൻ ഫിസിക്സ് വളരെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ്. ഫിസിക്സിൽ ഞാൻ ഡിഗ്രിയൊക്കെ എടുത്തിട്ടുണ്ട്. പഠിച്ച കാലത്തൊക്കെ ഭയങ്കര താല്പര്യം. മോഡേൺ ഫിസിക്സിനകത്ത് നമ്മുടെ ഗ്രഹങ്ങളെ പറ്റിയൊക്കെ പഠിക്കുമ്പോൾ ഭയങ്കര താല്പര്യമായി. അപ്പൊ അതെല്ലാം പഠിക്കുമ്പോൾ ഞാൻ വളരെ അഭിമാനത്തോടെ ആദ്യവും പിന്നീട് അഹങ്കാരത്തോടെയും ഫിസിക്സിനെ കുറിച്ച് വളരെ കാര്യമായിട്ട് സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. കാരണം എല്ലാത്തിലും എനിക്ക് ഫിസിക്സ് കണ്ടെത്താനും അതിനെ അറിയാത്തവരെ എനിക്ക് പരിഹസിക്കാനും സാധിക്കും. കാരണം ഇതിൽ ഇന്നതാണ് ഫിസിക്സ്, നിങ്ങൾക്ക് എന്തറിയാം, പല പല കാര്യങ്ങൾ നമുക്ക് പറഞ്ഞിരുന്നു. പക്ഷെ അപ്പോഴും ഒരു സംശയങ്ങൾ നമുക്ക് ഒരുപാട് അവിടെയും അവശേഷിച്ചിരുന്നു. ഈ ശാസ്ത്രത്തിൽ ഇപ്പൊ നമ്മൾ ഭൂമി സൂര്യനെ ചുറ്റുന്നു, അപ്പൊ ഇതൊക്കെ എവിടെ എങ്ങനെ അവിടെ നിൽക്കുന്നു ആ ഒരു സ്ഥലത്ത്, അതിന്റെ അപ്പുറത്ത് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫിസിക്സ് നമുക്ക് ഉത്തരം തരുന്നില്ല. അപ്പോ അന്നത്തെ കാലത്ത് നമ്മളിത് അധ്യാപകരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ നോട്ടപ്പുള്ളിയാക്കും. അപ്പൊ നമ്മൾ പേടിച്ചിട്ട് ഇതിനുള്ള കാര്യങ്ങളൊന്നും ചോദിക്കില്ല. ആ പുസ്തകത്തിൽ പഠിക്കുന്നത് മാത്രം നമ്മൾ പറഞ്ഞത് മാത്രം നമ്മൾ പഠിച്ചു. പക്ഷേ പിൽക്കാലത്ത് വർഷങ്ങൾ ജോലി ചെയ്ത് കൃഷ്ണാബോധ പ്രസ്ഥാനമായിട്ടൊരു ബന്ധം വന്ന് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആചാര്യന്മാരുമായിട്ട് ഉള്ള സമ്പർക്കവും പ്രഭാഷണങ്ങളും പഠനവും ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കി തന്നു. നമ്മൾ പഠിക്കേണ്ട യഥാർത്ഥ ശാസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ ഗ്രന്ഥങ്ങളാണ്, പ്രത്യേകിച്ച് ശ്രീമദ് ഭാഗവതവും ഭഗവത്ഗീതയും. നമ്മൾ വേദങ്ങൾ ഇപ്പൊ നമ്മൾ എടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ വേദങ്ങൾ നമ്മൾ 4 വേദങ്ങളൊന്നും പഠിച്ചു തീർക്കാൻ നമുക്ക് ആയുസില്ല. പക്ഷെ നമുക്ക് ഈ ആയുസില് നമുക്ക് ശ്രീമദ് ഭാഗവതവും ഭഗവത്ഗീതയും തീർച്ചയായും പഠിക്കാൻ സാധിക്കും. ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞാൽ ഭഗവാനെ കുറിച്ച് പറയുന്നതാണ്. ഭഗവാനെ കുറിച്ചുള്ള എല്ലാ വിശദീകരണവും ശ്രീമദ് ഭാഗവതത്തിൽ നമുക്ക് കിട്ടും. ഭഗവത്ഗീത ഭഗവാൻ നമ്മളോട് പറയുന്ന ഉപദേശങ്ങളുമാണ്. അപ്പോൾ ഭഗവാൻ നമ്മളോട് പറയുന്നതും ഭഗവാനെ കുറിച്ച് നമ്മൾ അറിയേണ്ടതുമായ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് നേരത്തെ പറഞ്ഞ സിലബസിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. ഒരു മനുഷ്യൻ എന്ന രീതിയിൽ നമ്മളുടെ ഉദ്ദേശം എന്താണെന്ന് ചിന്തിച്ചു നോക്കുക. ഇപ്പൊ നമുക്കറിയാം, ഒരു പശു ഉണ്ട്, നമ്മുടെ വീട്ടിലൊരു പശു ഉണ്ട്, ഒരു ആടുണ്ട്, ഒരു നായുണ്ട്, ഒരു പൂച്ചയുണ്ട്, കോഴിയുണ്ട്. നമ്മൾക്കറിയാം ആ സൃഷ്ടിയെ ഭഗവാൻ ഇവിടേക്ക് വിട്ടിരിക്കുന്ന ഒരു ഉദ്ദേശത്തോടുകൂടിയാണ്, അല്ലെ? പശു നമുക്ക് പാല് തരുന്നുണ്ട്, അല്ലെ? നായ നമുക്ക് കാവലാണ്. അങ്ങനെ ഓരോ ജീവിയുടെയും ഗുണം നമുക്ക് പറയാൻ സാധിക്കും. മനുഷ്യൻ എന്ന ജന്മത്തിന്റെ ഉദ്ദേശം എന്താണ്? നമ്മളൊരു മനുഷ്യനായി ജനിച്ചിരിക്കുന്നു.
നമ്മുടെ ശാസ്ത്രം പറയുന്നത്, ശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രന്ഥങ്ങൾ, സ്ക്രിപ്റ്റേഴ്സ് പറയുന്നത് 84 ലക്ഷം തരം ജീവജാലങ്ങളിലൂടെ നമ്മുടെ ആത്മാവ് കടന്നു പോകുന്നത്, ശരീരം പേറുന്നുള്ളതാണ്. 84 ലക്ഷം തരം യോനികളിലൂടെ നമ്മളുടെ ജീവാത്മാവ് കടന്നു പോകും. ഈ 84 ലക്ഷം തരം ജീവജാലങ്ങളിൽ 4 ലക്ഷം മനുഷ്യരാണ്, മനുഷ്യഗണങ്ങളാണ്. അത് പലതും ആവാം, മനുഷ്യർ പല രീതിയിലുള്ളതാവാം. അപ്പോ 4 ലക്ഷമേ ഉള്ളൂ 84 ലക്ഷത്തില് മനുഷ്യൻ എന്നുള്ള ചാൻസ്. അപ്പൊ എന്താണ് മറ്റുള്ള ജീവജാലങ്ങളെ അപേക്ഷിച്ച് മനുഷ്യനുള്ള വ്യത്യാസം? അത് നമ്മൾ നോക്കണമെങ്കിൽ നമുക്കൊരു കാര്യം നമ്മുടെ സ്ക്രിപ്റ്റേഴ്സിൽ പോയാൽ ആഹാര നിദ്ര ഭയം മൈഥുനം ച എന്ന് പറയുന്നത്, ആഹാരം, ഫുഡ് അല്ലെ, ഈറ്റിംഗ്, മേറ്റിംഗ്, സ്ലീപ്പിംഗ്, ഡിപെൻഡിങ്. ഇപ്പോ ആഹാര നിദ്ര ഭയം മൈഥുനം ച നമ്മളൊന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആഹാരം കഴിക്കുക 4 കാര്യങ്ങളാണ്. നമ്മളൊരു കാര്യത്തിനെ കമ്പയർ ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുന്നത്, ബെഞ്ച് മാർക്ക് ഏതുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ടല്ലോ, ഒരു കോമൺ ഫാക്ടർ ഉണ്ടാവും. അപ്പൊ ആഹാരം, മൃഗങ്ങൾ എടുത്തു നോക്കുക, മനുഷ്യരെടുത്തു നോക്കുക. മൃഗങ്ങൾ ആഹാരം കഴിക്കുന്നു, മനുഷ്യർ ആഹാരം കഴിക്കുന്നു. ഓക്കെ. നിദ്ര, മൃഗങ്ങൾ ഉറങ്ങുന്നു, മനുഷ്യൻ ഉറങ്ങുന്നു. ഭയം, മൃഗങ്ങൾക്ക് ഭയമുണ്ട്, മനുഷ്യന് ഭയമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വീടുകളിൽ താമസിക്കുന്നു, നമ്മൾ പ്രകൃതിയിൽ നിന്ന് എല്ലാത്തിനും നമ്മൾ ഭയക്കുന്നുണ്ട്. കള്ളന്മാരെ ഭയക്കുന്നുണ്ട്, മറ്റുള്ളവരെ ഭയക്കുന്നുണ്ട്. അനിമൽസും അത് തന്നെ, മൃഗങ്ങൾ അത് തന്നെ. മൈഥുനം, റീപ്രൊഡക്ഷൻ, കുട്ടികളെ സൃഷ്ടിക്കല്, മൃഗങ്ങൾ ചെയ്യുന്നത് നമ്മളും ചെയ്യുന്നുണ്ട്. ഈ 4 കാര്യങ്ങൾ മൃഗങ്ങൾ ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ ചെയ്ത് ജീവിച്ചു പോകുന്നതെങ്കിൽ നമ്മൾ എന്താണ്? നമ്മള് ദ്വിപാദ പശു അല്ലെ. പശു എന്ന് വെച്ചാൽ സംസ്കൃതത്തിലെ മൃഗമാണ്. അപ്പൊ ദ്വിപാദ, 2 കാലുള്ള മൃഗമാണ്. അപ്പൊ നമ്മുടെ മനുഷ്യന്റെ അവബോധം നമുക്ക് വന്നിട്ടില്ല. ഇനിയാണ് അവബോധത്തിന്റെ ഫലം. അപ്പൊ ബുദ്ധി മൃഗങ്ങൾക്കുണ്ട്, നമ്മൾക്കുണ്ട്. അപ്പൊ ഇവിടെ വ്യത്യാസം എന്താണ്? വ്യത്യാസം അവബോധത്തിലാണ്. അല്ലെങ്കിൽ നമുക്ക് പറയുകയാണെങ്കിൽ ബുദ്ധിയുടെ ഒരു ഘടകമുണ്ട്, വിവേചന ബുദ്ധി. അത് മൃഗങ്ങൾക്കില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പോ നായകൾ നമുക്കറിയാം, നായകൾക്ക് ഒരു ടെറിട്ടറി ഉണ്ടാവും. പൂച്ചകൾക്കും അങ്ങനെയാണ്. ചെറിയ സിമ്പിൾ ഉദാഹരണം മനസ്സിലാക്കാം. ഇപ്പൊ നമ്മുടെ ആ ലൊക്കാലിറ്റിയെ കുറിച്ച് നായകൾ ഇങ്ങനെ കറങ്ങി നടക്കേണ്ടത് വിചാരിക്കും. വേറെ പുറത്തുനിന്നൊരു നായ വന്നാൽ സ്ഥിതി നമുക്കറിയാം. എന്തായിരിക്കും? ഇവരെല്ലാവരും അതിനെ ആക്രമിച്ച് കടിച്ച് ഓടി. പൂച്ചകൾ തന്നെ ചെയ്യും. വരത്തൻ എന്ന് നമ്മൾ പറയുന്നത്, നമ്മള് വരത്തൻ വേറെ പിന്നെ ഇവിടെ ഉറപ്പിക്കില്ല. ഇതേ കാര്യം മനുഷ്യൻ ചെയ്യാൻ നടക്കുന്നുണ്ട് ഒരുപാട്. വേറെ സ്ഥലത്ത് അവിടെ നിന്ന് വന്ന് അവനോട് ആളാണ്, ഞങ്ങളുണ്ട് ചെല്ല് പറയണ്ടാക്കി അവനോട് ആളാണ്, നിങ്ങൾ സമീപിക്കുക. അപ്പോ വേറെ സ്ഥലത്ത് വന്ന ഒരാൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇവരെല്ലാം വേണ്ടി ആളെ ആക്രമിക്കുന്നു. ഇത് നമ്മൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അപ്പൊ മൃഗങ്ങൾ, നായകൾ ആ വ്യക്തിയെ ആക്രമിച്ചതും ഈ മനുഷ്യൻ ഒരു മനുഷ്യനെ ആക്രമിച്ചതും കമ്പയർ ചെയ്താൽ ഇവര് തമ്മിലൊരു വ്യത്യാസമില്ല അല്ലെ. അപ്പൊ നമ്മൾ എന്താണ്, അവബോധം നമ്മളെ മാറിയിട്ടില്ല. വേറൊരു എക്സാമ്പിൾ, നമ്മുടെ വീട്ടിലൊരു പൂച്ചയുണ്ടല്ലേ, നായുണ്ട് വിചാരിക്കണം. ഇതൊരു ഏകാദശി ദിവസം വിചാരിക്കും. നമുക്കറിയാം ഏകാദശി ഒരു വർഷത്തിൽ 24 ഏകാദശി, ഒരു മാസത്തിൽ 2 ഏകാദശി വെച്ച് വരുന്നത്. ഈ വരുന്ന ചൊവ്വാഴ്ച പാണ്ഡവ ഏകാദശി. അപ്പോ ഏകാദശി ദിവസം നമ്മള് നവധാന്യങ്ങൾ ഉപേക്ഷിച്ച് പച്ചക്കറി ഫലങ്ങളാണ് ഭക്ഷിക്കേണ്ടത്. ഞാൻ കുറെ വർഷങ്ങളായിട്ട് ഏകാദശികളെല്ലാം ഫോളോ ചെയ്യുന്നതാണ്. അത് നമ്മൾ ഭയങ്കരമായ പ്യൂരിറ്റി ഉണ്ടാക്കും. അതിന്റെ എഫക്ട് എന്ന് പറയുന്നത് നമ്മൾ അനുഭവിച്ച് അറിയേണ്ടതാണ്. അപ്പോ ഈ ഏകാദശി ദിവസമാണ് ഇന്നെന്ന് വിചാരിക്കുക. നമ്മുടെ വീട്ടിലുള്ള നായക്ക് നമ്മളൊരു ധാന്യ ഭക്ഷണം കൊടുത്തു, അത് കഴിക്കും അല്ലെ. നമ്മുടെ നായക്കൊരു മാംസാഹാരം കൊടുത്തു, അത് കഴിക്കും. ഒരു കാട്ടിലൊരു പുലിയുണ്ട്, അതിന് വിശന്ന് അതിനൊരു മാനിനെ കണ്ട ഓടിച്ച് ചാഴ്ച പിടിച്ച് കഴിക്കും. ഏകാദശിയും അതിന് ബാധിക്കുമല്ല. കാരണം എന്താ? ഏകാദശിയാണെന്ന് മനസ്സിലാക്കേണ്ട ആ അവബോധം ദൈവം, ഭഗവാൻ ആ ജന്തുവിന് ജീവിക്ക് കൊടുത്തിട്ടില്ല. അതേസമയം നമ്മൾ ഇന്ന് ഏകാദശിയാണ്, നവധാന്യങ്ങൾ കഴിക്കാൻ പാടില്ലെന്ന് അറിയാം. പക്ഷെ രാവിലെ പുട്ട് കടല കണ്ടപ്പോ കൺട്രോള് പോയി കഴിച്ചു. ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണി ഇടപെട്ട് കഴിച്ചു. അപ്പൊ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഇപ്പോ? കാരണം നമ്മൾക്ക് അറിയാം നമ്മളിത് കഴിക്കാൻ പാടില്ല. കാരണം നമ്മുടെ അവബോധം നമ്മളോട് പറയുന്നു ഇന്ന് ഏകാദശിയായിട്ട് കഴിക്കരുത്. പക്ഷെ നമ്മളത് കഴിക്കുമ്പോൾ നമ്മൾ അവബോധത്തിനെ ഓവർറോൾ ചെയ്യും ബേസിക്കലി. അപ്പൊ നമ്മളവിടെ ചെയ്യുന്ന എന്താ വെച്ചാൽ നമ്മൾ ആ അവബോധത്തിനെ താഴ്ത്തി മൃഗത്തിന്റെ ലെവലിൽ കൊണ്ടുവന്ന് ചെയ്യും. ഇതാണ് ഈ സമൂഹത്തിൽ നടക്കുന്നത്. അപ്പൊ നമ്മൾ അവബോധത്തിനെ താഴ്ത്തി വെക്കുകയാണ്. നമ്മളിലുള്ള കഴിവിനെ, ആ ഒരു കഴിവിനെ ദൈവം തന്നിരിക്കുന്ന ആ വിവേചന ബുദ്ധിയെ നമ്മൾ ഉപയോഗിക്കാതെ പെട്ടിയിലാക്കി പോക്കറ്റിലാക്കി വെച്ചിട്ട് നമ്മളൊരു മൃഗത്തിന്റെ പോലെ ജീവിച്ചു പോവുക. അതാണ്
നമുക്ക് ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ അവബോധത്തിനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? മനുഷ്യന്റെ ലെവലിലേക്ക് നമുക്ക് ഉയർത്തുന്നത്. അപ്പൊ നമ്മൾ അവബോധത്തിനെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നമ്മളെ മൃഗതുല്യമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത്. ഒരുപക്ഷെ മൃഗത്തിനേക്കാൾ മോശമായ അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അപ്പൊ നമ്മൾ ആദ്യം നമ്മളെ എങ്ങനെ മനസ്സിലാക്കുക, നമ്മൾക്ക് ഇങ്ങനെ ഒരു വിവേചന ബുദ്ധി നമുക്കുണ്ട്. ആ വിവേചന ബുദ്ധിയെ നമ്മൾ ഉപയോഗിക്കുക. ആ വിവേചന ബുദ്ധി നമ്മൾ ഉപയോഗിക്കാൻ സാധിച്ചാൽ ഈ മനുഷ്യ ജന്മത്തിന്റെ ഉദ്ദേശത്തിലേക്കുള്ള നമ്മുടെ ആദ്യത്തെ കാൽവയ്പാണ്. കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്, ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ നമ്മൾ പണ്ട് വാട്സപ്പിലൊക്കെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, ഈ ലോകത്ത് ഏതോ ഒരു ബാക്ടീരിയ, ഈ ഡീകമ്പോസ് ചെയ്യുന്ന ബാക്ടീരിയ, ഏതോ ആ ബാക്ടീരിയ നശിച്ചു കഴിഞ്ഞാൽ 2 വർഷത്തിനുള്ളിൽ മനുഷ്യർ എന്ന ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാണെന്ന് പറയുന്നത്. കാരണം ഒന്നും ഡീകമ്പോസ് ആവില്ല, ഒന്നും എന്താ പറയുന്നത്, അത് ഇതായി പോവില്ല, ചീഞ്ഞ് വളമായി പോവില്ല. അപ്പൊ എന്ത് പറ്റുന്ന വെച്ചാൽ മനുഷ്യന് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റും, മനുഷ്യൻ പോകും. അതേസമയം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ബാക്കി എല്ലാം ഫ്ലറിഷ് ചെയ്യുന്ന പറയുന്നത്, എല്ലാം നന്നായിട്ട് ഈ ലോകത്ത് വരുന്നവരും. അപ്പോ മനുഷ്യന്റെ ഉദ്ദേശം എന്താ? മനുഷ്യൻ വേറൊരാളെ നന്നാക്കാനായിട്ടുള്ള ജന്മമല്ല. അപ്പൊ ഭഗവാൻ മനുഷ്യന്റെ ജന്മം തന്നിരിക്കുന്നത് ഈ വിവേചന ബുദ്ധി ഉപയോഗിച്ച് താൻ ആരാണ്, തന്റെ മൂലസ്വരൂപം എന്താണ്, ഈ ആത്മാവിന്റെ മൂലസ്വരൂപം എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ടാണ് ഭഗവാൻ ഈ മനുഷ്യ ജന്മം, ഈ 84 ലക്ഷത്തിൽ 4 ലക്ഷം തരം തന്നിരിക്കുന്നത്. അപ്പൊ നമുക്കിത് ഉപയോഗിക്കാൻ സാധിച്ചില്ല. അപ്പൊ നമുക്ക് വളരെ അപൂർവമായി കിട്ടിയിരിക്കുന്ന, വളരെ പുണ്യമായി കിട്ടിയിരിക്കുന്ന ഈ മനുഷ്യ ജന്മം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിവേചന ബുദ്ധി ഉപയോഗിക്കാതെ മൃഗതുല്യമായി പോയാൽ എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചിന്തകളെല്ലാം, നമ്മളുടെ എന്തൊക്കെയാണോ നമ്മുടെ ചിന്തകൾ, നമ്മുടെ ആസക്തി എന്താണോ, ആഗ്രഹങ്ങൾ എന്താണോ, അതനുസരിച്ചാണ് നമ്മുടെ അടുത്ത ശരീരം നമുക്ക് ലഭിക്കുക. ഭഗവത്ഗീതയിൽ 13-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ അധ്യായത്തിലും നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ഇതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. ഭാഗവതത്തിൽ പോകാതെ മനസ്സിലാവും. അപ്പോ നമ്മളുടെ അടുത്ത ശരീരം കിട്ടുന്നത് ഈ ജന്മത്തിൽ നമ്മളുടെ ആഗ്രഹങ്ങളുടെ ബാക്കി വെച്ചിട്ടാണ് അടുത്ത ശരീരം കിട്ടുന്നത്. അപ്പോ നമ്മൾ എന്ത് സംഭവിക്കും? നമ്മള് സിലബസ് പഠിക്കാതെ വീണ്ടും തോറ്റ് അതേ സ്ഥലത്ത് തന്നെ കിടക്കുന്ന സ്ഥിതിയിലേക്ക് വരും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ വിവേചന ബുദ്ധി ഉപയോഗിച്ച് മനുഷ്യ ജന്മത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അത് പൂർത്തീകരിക്കാനുള്ളതിലേക്കുള്ള സ്റ്റെപ്പാണ് നമ്മൾ ഈ ജന്മത്തിൽ എടുക്കുന്നത്. ഇല്ലെങ്കിൽ എന്ത് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ക്ഷീണേ പുണ്യ മർദ്ദലോകം വെച്ച് നമ്മൾ എവിടെ പോയി കറങ്ങിയാലും തിരിച്ച് ഇവിടെ തന്നെ വന്നിട്ട് നമ്മൾ ഈ ജന്മം തുടരേണ്ടി വരും. അപ്പോ ഇതാണ് നമുക്ക് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളുടെ മനുഷ്യൻ എന്നുള്ള ആ ഒരു ജന്മത്തിന്റെ പ്രസക്തി, മറ്റുള്ളതുള്ള ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ മാനുഷിക മൂല്യങ്ങൾക്ക് നമ്മൾ വില കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ഈ മൃഗതുല്യമായ അല്ലെങ്കിൽ മൃഗങ്ങളെക്കാൾ മോശമായ രീതിയിൽ മനുഷ്യനൊന്നും പെരുമാറില്ല. പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാല്, ഇപ്പൊ നമ്മൾ പറഞ്ഞു സിലബസ് നമ്മൾ ഒരുപാട് പറഞ്ഞു. അപ്പോ എന്താണ് നമ്മുടെ സിലബസ്, എവിടെ ഇരിക്കുന്നത്? നമ്മൾ പറഞ്ഞു നമ്മുടെ ഗ്രന്ഥങ്ങൾ, നമ്മുടെ പുണ്യഗ്രന്ഥങ്ങൾ വളരെ കൃത്യമായിട്ട് ഇതിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നു. ഇപ്പൊ നമുക്കറിയാം ഓരോ യുഗങ്ങൾ അറിയാം അല്ലെ? നമ്മളുടെ സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, 4 യുഗങ്ങൾ നമുക്കറിയാം. അപ്പോ ഈ യുഗങ്ങളുടെ ഒരു സൈക്ലിക് പ്രോസസ്സാണ്. അപ്പൊ സത്യയുഗം കഴിഞ്ഞു കഴിഞ്ഞാൽ 17 ലക്ഷത്തി ചില്ലാൻ വർഷങ്ങളാണ്. അതിനുശേഷം 12 ലക്ഷത്തി ചില്ലാൻ വർഷങ്ങൾ ത്രേതായുഗം, പിന്നെ 8 ലക്ഷത്തി ചില്ലാൻ വർഷങ്ങള് ദ്വാപരയുഗം, 4,32,000 വർഷം കൃത്യമായിട്ട് കലിയുഗമാണ്. അപ്പൊ ആ കലിയുഗത്തിലെ 5000 വർഷങ്ങൾ, ആദ്യത്തെ 5000 വർഷങ്ങളാണ് ഇപ്പൊ കഴിഞ്ഞു നിൽക്കുന്നത്. കലിയുഗത്തിന്റെ ആദ്യത്തെ 10,000 വർഷങ്ങൾ സുവർണ കാലഘട്ടം എന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ സുവർണ കാലഘട്ടത്തിലാണ് നമ്മളിപ്പോ ജീവിക്കുന്നത്. കലിയുഗത്തിൽ നമ്മുടെ ഒരു ഭാഗ്യം എന്താന്ന് വെച്ചാൽ നമുക്ക് കലിയുഗത്തിൽ മോക്ഷപ്രാപ്തിക്ക് വളരെ എളുപ്പ വഴികൾ ലഭ്യമാണ് മറ്റുള്ള യുഗങ്ങളെ അപേക്ഷിച്ച്. അപ്പൊ ഈ 4 യുഗങ്ങൾ എടുക്കുമ്പോൾ ഈ കലിയുഗത്തിന് നമുക്കറിയാം, ദ്വാപരയുഗം കഴിഞ്ഞപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതാരം ഉദ്ദേശിച്ചു കഴിഞ്ഞു മടങ്ങി അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ആ ക്ലീൻലിനെസ്, അതുപോലെ തന്നെ മേഴ്സി, കമ്പാഷൻ, ദയ, പിന്നെ ഓസ്റ്റിനിറ്റി, നിഷ്ഠ, ഈ 4 കാലുകൾ, ഒരു മേശ എങ്ങനെ 4 കാലിൽ നിൽക്കുന്നു ഇതുപോലെയാണ് തറന്നു നിൽക്കുന്നത്. ഇന്ന് നമുക്കറിയാം സത്യമുണ്ടോ ഉള്ളവരായിട്ട് നമുക്കറിയാം. മനസ്ഥിതി ആൻസർ എല്ലാവർക്കും അറിയാം. ശുദ്ധി ഉണ്ടോ? അത് മനസ്സ്, വാക്ക്, പ്രവൃത്തി, ഇതിലാണ് ചോദിക്കുന്നത്. ഈ 3ലും സത്യമുണ്ടോ, ശുദ്ധി ഉണ്ടോ, ഇതിലൊക്കെ ദയുണ്ടോ?
നമ്മൾ മൃഗങ്ങളെയൊക്കെ കൊന്നു കഴിക്കുന്നു, ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നു. അപ്പോ ദയാന്ന് പറയുന്നത് വളരെ കുറഞ്ഞിരിക്കുന്നു. ഓസ്റ്റിറ്റി, നിഷ്ഠ വളരെ ബുദ്ധിമുട്ടാണ്. ചിലപ്പോ ചില ആൾക്കാർ വളരെ സത്യം മാത്രമേ പറയുള്ളൂ, വളരെ ശുദ്ധിയോടെ ജീവിക്കും, ദയുണ്ടാവും, ഒരു മൃഗങ്ങളെയൊന്നും ഭക്ഷിക്കില്ല, പച്ചക്കറി മാത്രമേ ഭക്ഷിക്കൂ. പക്ഷെ നിഷ്ഠയിൽ ചിലപ്പോ പോകും. കാരണം ആഴ്ചയിൽ ചിലപ്പോ 6 ദിവസം വളരെ കൃത്യമായിട്ട് എല്ലാം കൊണ്ടുപോയി ഞായറാഴ്ച വിചാരിക്കോ ഇന്നൊരു 10 മണി വരെ ഉറങ്ങാം. അപ്പൊ കൃത്യമായിട്ട് എല്ലാ ദിവസവും വെളുപ്പിന് നീറ്റ് സാധനയൊക്കെ ചെയ്യുന്ന ആൾക്കാര് എന്ത് പറ്റും, ആ ഒരു ദിവസം എല്ലാം ഒന്ന് മാറ്റി വെച്ചൊന്ന് കിടന്നുറങ്ങാൻ വെച്ചവരെ കഴിഞ്ഞു, അന്ന് ഇഷ്ടം പോയി. അല്ലെങ്കിൽ അത് നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ തുടരാൻ. അപ്പോ ഏത് രീതിയിൽ എടുത്താലും ധർമ്മം നിലനിർത്താൻ ഇന്ന് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഓരോ പ്രവൃത്തികളിൽ നോക്കിയാൽ അറിയാം. ഇന്നത്തെ കാലത്ത് അച്ഛനമ്മമാരുള്ള വഴക്ക്, കുട്ടികളായിട്ടുള്ള വഴക്ക്, അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൊലപാതകങ്ങൾ, എന്തൊക്കെ നമ്മൾ പത്രവും വാർത്തകളൊക്കെ വായിക്കാതിരിക്കുന്ന ഭേദം തോന്നിയിരിക്കും. അതുപോലെ രീതിയിലാണ് മനുഷ്യൻ അധപതിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ധർമ്മത്തിലൂടെ അർത്ഥം നേടുക, സമ്പത്ത്. അപ്പൊ ആ ധർമ്മം ചെയ്ത് അർത്ഥം നേടണം. ആ അർത്ഥം കൊണ്ട് നമ്മൾ കാമം എന്ന് വെച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുക. നമുക്ക് പല ആഗ്രഹങ്ങളുണ്ടാവും, വീട് വെക്കണം, ഫാമിലി, എല്ലാം. അപ്പോ ധർമ്മത്തിലൂടെ കിട്ടുന്ന അർത്ഥം കൊണ്ട് നമ്മൾ കാമം, നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മളെല്ലാം സാധിച്ചു കഴിഞ്ഞാൽ ആ വഴിയിൽ നമ്മൾ മോക്ഷത്തിലേക്ക് കടക്കാറുണ്ട്. അത് ഇന്ന് കലിയുഗത്തിലെ ഇമ്പോസിബിൾ ടാസ്കാണ്, പോസിബിൾ അല്ല. അപ്പൊ ഭഗവാൻ ഉദ്ധവരോട് പറഞ്ഞു, കലിയുഗത്തിൽ ഞാൻ ഭാഗവത രൂപേണ എല്ലാവർക്കും ലഭ്യമായിരിക്കും. അപ്പൊ നമ്മൾക്ക് ഭാഗവതം ഫോളോ ചെയ്താൽ മതി. പിന്നെ നമ്മൾക്ക് ഭഗവത്ഗീത ഭഗവാന്റെ ഉപദേശങ്ങളുണ്ട്. കാരണം അർജുനന്റെ ഒരു പ്രത്യേക ഘട്ടമാണ്, അല്ലെ, നമുക്കറിയാം. അർജുനൻ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ യുദ്ധത്തിന്റെ തൊട്ട് മുന്നിൽ ചെന്നപ്പോ എല്ലാ ബന്ധുക്കളും കൂട്ടുകാരും എല്ലാം അപ്പുറത്തുണ്ട്, ഞാൻ അവരെ യുദ്ധം ചെയ്ത് കൊല്ലേണ്ടി വരുമല്ലോ. അപ്പൊ അർജുന കമ്പാഷൻ, ദയ എന്ന് പറഞ്ഞ തലപൊക്കി. അർജുനന്റെ ഉദ്ദേശം, അർജുനൻ ക്ഷത്രിയനാണ്, അർജുനൻ യുദ്ധം ചെയ്ത് ധർമ്മം പുനഃസ്ഥാപിക്കേണ്ട ആളാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ മനസ്സിൽ മനുഷ്യൻ എന്ന രീതിയിലുള്ള ദയ തലപൊക്കി കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് ലമന്റേഷൻ വന്നു, വിലാപം വന്നു. അപ്പൊ ആ വിലാപ സമയത്ത് യുദ്ധമുഖത്ത് നിന്ന് ഭഗവാൻ അർജുനന് എന്താണ് ചെയ്യേണ്ടതെന്ന് ഉപദേശിച്ചു കൊടുക്കുകയാണ്. അതാണ് ഭഗവത്ഗീത നമ്മൾക്ക് അറിയാവുന്നത്. അപ്പോ അതുപോലെ ഒരു യുദ്ധമുഖത്താണ് നമ്മുടെ ഓരോ ദിവസവും കടന്നു പോകുന്നത്. ഓരോ സെക്കൻഡിലും ഇവിടെയുള്ള ആരും ഇല്ല ഞാനൊരു യുദ്ധമുഖത്തിലെന്ന് പറയില്ല, അത്രയും സമാധാനം ഒരു മനുഷ്യനും ഉണ്ടാവില്ല. എവിടെയും എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. ആ ഓരോ പ്രശ്നത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും ഭഗവത്ഗീത 800 ശ്ലോകത്തിലൂടെ നമ്മൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയ ഒരു ആചാര്യൻ, ഒരു പരമ്പരയിലുള്ള ഒരു ഗുരുവിലൂടെ ഉള്ള പരമ്പരയിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾക്ക് ഈ ജീവിതം വളരെ സുഗമമായിട്ട് മുന്നോട്ട് പോകാനും മനുഷ്യന്റെ ലക്ഷ്യത്തിലേക്ക്, നമുക്ക് യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് നമുക്ക് പോകാനും സാധിക്കും. അപ്പോ ഭഗവാൻ ഉദ്ധവരോട് പറഞ്ഞു എന്ന് പറയുമ്പോ ആ ശ്രീമദ് ഭാഗവതത്തില് 12ാം സ്കന്ധത്തിൽ 3ാം അധ്യായത്തിൽ 52ാമത്തെ ശ്ലോകമുണ്ട്. ശ്രീമദ് ഭാഗവതത്തിൽ കൃതേ യാധ്യായനോ വിഷ്ണു ത്രേതായാം യജതോ മഹേ ദ്വാപരേ പരിചര്യായ കലൗതത് ഹരികീർത്തന. അതാണ് ശ്ലോകം. വളരെ ഇമ്പോർട്ടന്റ് ശ്ലോകമാണ്, എല്ലാവരും പഠിച്ചു വരുന്ന ശ്ലോകമാണ്. കൃതേ യാധ്യായനോ വിഷ്ണു, കൃതയുഗം എന്ന് വെച്ചാൽ സത്യയുഗത്തിൽ, കൃതേ യാധ്യായനോ വിഷ്ണു, സത്യയുഗത്തിൽ ഭഗവാൻ വിഷ്ണുവിനെ ധ്യാനിക്കുന്നതിലൂടെയും, ത്രേതായാം യജതോ മഹേ, ത്രേതായുഗത്തിൽ യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെയും, ദ്വാപരേ പരിചര്യായ, ദ്വാപരയുഗത്തിൽ ഭഗവാന്റെ പാദപങ്കജങ്ങൾ പൂജിക്കുന്നതിലൂടെയും നേടിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ നേടുന്ന, അല്ലെങ്കിൽ നമുക്ക് കിട്ടാവുന്ന എല്ലാ പുണ്യങ്ങളും കലൗതത് ഹരികീർത്തനാണ്. കലിയുഗത്തിൽ ഹരിനാമ കീർത്തനത്തിലൂടെ അല്ലെങ്കിൽ ഹരിനാമ ജപത്തിലൂടെ നമ്മൾക്ക് കിട്ടും. സിലബസ് ആണ്, ഇതാണ് നമ്മുടെ സിലബസ്. അപ്പോ ഈ സിലബസ് മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ഭൗതികമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ തൊടുന്നില്ല. അപ്പൊ നമ്മൾ ഭൗതികമായി ഒന്നും വീക്ഷിക്കണ്ട. പിന്നെ നമുക്ക് ചുറ്റിലും വളരെ സാങ്കേതികത്വങ്ങളുണ്ട്. നമ്മുടെ കയ്യിൽ വാട്സപ്പ് ഉണ്ട്, നമ്മുടെ കയ്യിൽ മെഡിക്കൽ സയൻസ് വളരെ ഇതാണ്, ടെക്നോളജികളുണ്ട്, എല്ലാം നമ്മൾ ഉപയോഗിക്കണം. ചിലർ പറയും അല്ലെ, നമ്മൾ സമൂഹത്തിൽ പലതരം വിഭാഗത്തിലുള്ള ആൾക്കാരുണ്ട്, അല്ലെ, ചിലര് അസുഖം വന്ന ഡോക്ടറെ പോവില്ല, പ്രാർത്ഥന കൊണ്ട് മാറ്റാന്ന് പറയും. അതും വിഡ്ഢിത്തരമാണ്, ഒരിക്കലും അത് നടക്കുന്ന കാര്യമില്ല. ഈ വൈദ്യശാസ്ത്രവും നമ്മുടെ കയ്യിലുള്ള എല്ലാ ടെക്നോളജികളും ഭഗവാൻ തന്നെ തന്നിരിക്കുന്നതാണ്. എല്ലാം ഭഗവാന്റെയാണ്, എല്ലാം ഭഗവാന്റെയാണ്, എല്ലാ അണുവിലും ഭഗവാനുണ്ട്. നമ്മൾ കാണുന്നതിൽ എല്ലാം ഭഗവാനുണ്ട്. അതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കുക. ഇപ്പൊ നമ്മുടെ ഒരു വാട്സപ്പ് ഉണ്ട്, മൊബൈലിൽ വാട്സപ്പ് നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം. പക്ഷെ അത് നമ്മുടെ ഭഗവാന്റെ സന്ദേശങ്ങൾ, ഇപ്പൊ ഭഗവത്ഗീത സന്ദേശങ്ങൾ കൈമാറാൻ നല്ല കാര്യത്തിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ കൃഷ്ണാവബോധമാണ് ചെയ്യുന്നത്.
നമ്മൾ കൃഷ്ണനെ കുറിച്ചുള്ള അവബോധം നമ്മൾക്ക് വന്നു. എല്ലാ കാര്യങ്ങളും നമ്മൾ ഭഗവാന് വേണ്ടി ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ അങ്ങനെ ഉപയോഗിച്ചാൽ നമ്മൾക്ക് എന്ത് ജോലിയും നമുക്ക് ചെയ്യാം, പക്ഷെ എല്ലാം ഭഗവാന് സമർപ്പിച്ച് ചെയ്യും. നമ്മളൊന്നുമല്ല, നമ്മൾ ഭഗവാന്റെ ദാസനാണ്, ഭഗവാന്റെ പാർട്ട് ആൻഡ് പാർട്സലാണ്, ഭഗവാന്റെ അംശമാണ്. ഈ ശരീരമൊന്നും ഞാനുമായിട്ടൊരു ബന്ധമില്ല. എന്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് ഭഗവാന്റെ അംശമാണ്. ഈ ശരീരം എനിക്ക് ഈ ജന്മത്തിൽ കിട്ടിയിരിക്കുന്ന ഒരു വസ്തുവാണ്. ഇതുകൊണ്ട് ഞാൻ എന്റെ പ്രവൃത്തികളെല്ലാം ചെയ്യണം. പ്ലസ് എന്റെ ഉദ്ദേശം ഈ ഭഗവാനെ മനസ്സിലാക്കാനും ഭഗവാനെ അറിയാനും എന്റെ ഈ ജന്മോദ്ദേശം നടപ്പിലാക്കാൻ ഭഗവാൻ തന്നിരിക്കുന്ന ശരീരമാണെന്ന രീതിയിലായിട്ട് നമ്മൾ ഈ ശരീരം നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈ ജന്മത്തിൽ. അപ്പോ ഈ കാര്യം തന്നെ നമ്മള് ഭഗവാൻ ഇതുപോലെ അവതാരം ദേശം കഴിഞ്ഞ് മടങ്ങുന്ന സമയത്ത് ബ്രഹ്മാവിന്റെ മാനസപുത്രനായ നാരദ മഹർഷി, ഇതേ പ്രശ്നം നാരദ മഹർഷിയുടെ കാര്യം അറിയാം. നാരദ മഹർഷി ചിരഞ്ജീവിയാണ്. നാരദ മഹർഷി ഇങ്ങനെ സഞ്ചരിക്കും, 14 ലോകത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നാരദ മഹർഷി പിതാവായ ബ്രഹ്മാവിന്റെ അടുത്ത് നിന്നിട്ട് ചോദിച്ചു, ഭഗവാൻ ഇപ്പോ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതാരം വെച്ച് കഴിഞ്ഞ് പോവുകയാണ്. ഞാനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഭൂമിയിൽ കൂടെ സഞ്ചരിക്കും. കരിയാണെങ്കിൽ അതിന്റെ പ്രഭാവം തുടങ്ങി കഴിഞ്ഞു. അപ്പൊ ഞാൻ അവിടെ ചെന്ന് എന്റെ കാലൊക്കെ പിടിച്ച് വലിക്കില്ല, ഞാൻ ഈ കരിയുടെ ഇതിലെടുത്ത് പെടില്ലേ, ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചപ്പോ ബ്രഹ്മാവ് പറയുന്നുണ്ട്, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഈ കലിയുഗത്തില് നീ ഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ കലി സന്ദർഭ മന്ത്രം ചൊല്ലുക. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇതാണ് കലിസന്ദർഭ മന്ത്രം. കലിസന്ദർഭ ഉപനിഷത്തില് ഇത് പറയുന്നുണ്ട്. അത് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ എന്ന് പറയും. അപ്പോ ഞാൻ എന്തുകൊണ്ടാണ് തിരിച്ചു കൊല്ലുന്നത് വെച്ചാൽ, ഞാൻ ഫോളോ ചെയ്യുന്ന ഗുരു പരമ്പരയിൽ അത് ഹരേ കൃഷ്ണയിലാണ് തുടങ്ങുന്നത്. നമ്മുടെ കലിസന്ദർഭ ഉപനിഷത്തിൽ അത് ഹരേ രാമ. അപ്പൊ കലിസന്ദർഭ മന്ത്രം നമ്മൾ ചൊല്ലിയാൽ നമ്മൾക്ക് കലിയുടെ ആ ഒരു പിടിയിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് നാരദരോട് ബ്രഹ്മാവ് പറയും. അപ്പൊ നമ്മൾക്ക് എല്ലാം കൂടി നമ്മൾക്ക് കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, നമ്മൾ സിമ്പിൾ ആയിട്ടൊരു കാര്യമേ ചെയ്യേണ്ടതുള്ളൂ. ഭൗതികമായി നമ്മുടെ ഏത് രീതിയിലും നമുക്ക് നമ്മുടെ ഏത് ജോലികളോ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു പോകാം. പക്ഷെ നമ്മൾ ആ ജോലിയിലൊന്നും പോയിട്ട് അറ്റാച്ച്ഡ് ആവാതെ, ആ ജോലിയുടെ ഫലത്തിൽ നമ്മൾ അറ്റാച്ച്ഡ് ആവാതെ എല്ലാം ഭഗവാന് സമർപ്പിച്ച് കാര്യങ്ങൾ ചെയ്യാം. നമ്മള് ഒരു 2-ാം അധ്യായത്തിലെ ശ്ലോകം പഠിച്ചിട്ടില്ലേ? കർമ്മണ്യേ വാധികാരസ്തേ മാ ഫലേഷു തഥാ. എല്ലാവർക്കും അറിയുന്ന ശ്ലോകം അല്ലെ? കർമ്മണ്യേ വാധികാരസ്തേ. അപ്പോ കർമ്മണ്യേ വാധികാരസ്തേ എന്ന് പറഞ്ഞാൽ നിനക്ക് ഭഗവാൻ അർജുനോട് പറയണം, നിനക്ക് കർമ്മം ചെയ്യാൻ അധികാരമുള്ളൂ, കർമ്മം ചെയ്യാനേ അധികാരമുള്ളൂ. പിന്നെ 3 മായാണ് അല്ലെ? മാ 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 3 മാ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോ, സംസ്കൃതത്തിൽ നോ ആണ്. അപ്പൊ മാ ഫലേഷു കഥാചന, ഒരിക്കലും നീ ഫലം പ്രതീക്ഷിച്ചത് ചെയ്യരുത്. നിനക്ക് കർമ്മം ചെയ്യാൻ നിനക്ക് പൂർണ്ണാധികാരമുണ്ട്, പക്ഷെ മാ ഫലേഷു കഥാചന, നീ ആ ഫലത്തിന്റെ ആ കർമ്മത്തിന്റെ ഫലം നീ പ്രതീക്ഷിക്കരുത്. മാ കർമ്മഫല ഹേതുർഭൂ, ആ ഒരു കാര്യം നീ ചെയ്തിട്ട് അതിന്റെ ഫലം നീ കാരണമാണ് ഉണ്ടായത് നീ വിചാരിക്കരുത്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. കാരണം നമ്മുടെ ഇന്ന് സമൂഹത്തിൽ പല ആൾക്കാരും തെറ്റുന്നത് എന്താ, നീ അങ്ങനെ ചെയ്തോണ്ടാ എനിക്ക് ഇങ്ങനെ വന്നേ, അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്തോണ്ടാ അവർക്ക് ഇങ്ങനെ വന്നത്, അങ്ങനെ ഒരാൾ ചെയ്തോണ്ടാ ഇങ്ങനെ വന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും തമ്മിലിടിക്കുന്ന ഒരുപാട് ആളുകൾ. പക്ഷെ ഒരിക്കലും ഒരാൾ ചെയ്യുന്ന കർമ്മഫലം കൊണ്ട് മറ്റൊരാൾക്ക് ഒരു പ്രശ്നം സംഭവിക്കുന്നില്ല. അതെല്ലാം നമ്മുടെ തന്നെ കർമ്മഫലങ്ങളാണ്. മാതേ സങ്കോസ്ത കർമ്മണി, ലാസ്റ്റ് ലൈൻ മാതേ സങ്കോ. അപ്പോ അങ്ങനെയാണെങ്കിൽ നീ വിചാരിക്കും, ഓക്കെ, കർമ്മം ചെയ്താലല്ലേ പ്രശ്നമുള്ളൂ, കർമ്മം ചെയ്താൽ കർമ്മഫലം വരും. ഇപ്പൊ കർമ്മഫലത്തിൽ അറ്റാച്ച്ഡ് ആയാൽ അനുഭവിക്കേണ്ടി വരും കർമ്മഫലം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം വെറുതെ ഇരിക്കാം. അകർമ്മണി, അതായത് അകർമ്മം എന്ന് വെച്ചാൽ ഒരു കർമ്മം ചെയ്യാതിരിക്കുക എന്ന് വെച്ചാൽ മാതേ സങ്കോസ്ത കർമ്മ. അപ്പോ അകർമ്മമായിട്ട് സംഘം പാടില്ല എന്ന് വെച്ചാൽ നീ കർമ്മം ചെയ്യാൻ നിനക്ക് അധികാരമുണ്ട്, നീ കർമ്മഫലം പ്രതീക്ഷിക്കരുത്. ഉണ്ടാകുന്ന കർമ്മഫലങ്ങൾ നീ കാരണമാണ് നീ വിചാരിക്കണ്ട. ഇതുകൊണ്ട് നീ കർമ്മം ചെയ്യാതെ നിർത്തിയിരിക്കാനും പാടില്ല എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ കർമ്മം ചെയ്യണം, ഫലങ്ങളെല്ലാം ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യും. അങ്ങനെ നമ്മൾ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഭഗവാനില് നമ്മളെല്ലാം സമർപ്പിച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ കർമ്മഫലം അനുഭവിക്കേണ്ടി വരില്ല. അപ്പൊ നമ്മൾ എന്ത് പ്രവൃത്തിയും നമ്മൾ ചെയ്യുന്നത് ഭഗവാനെ സെൻട്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതെല്ലാം സത്വഗുണത്തിലും അതിന് മുകളിലും വരും. ഇപ്പോ നമ്മുടെ ത്രിഗുണങ്ങൾ അറിയാം, സത്വ രജോ തമോ ഗുണങ്ങളാണ് ത്രിഗുണങ്ങൾ. ഏറ്റവും മോശമായത് തമോ ഗുണമാണ്.
അതിന്റെ കുറച്ചുകൂടി പെട്ട രജോ ഗുണമാണ്. മെജോറിറ്റി ആൾക്കാർ ഇന്നത്തെ ലോകത്തെ രജോ ഗുണത്തിലാണ്. അതിനേക്കാൾ ഉയരിൽ നമുക്ക് വരാൻ സാധിച്ച സത്വഗുണമാണ്. ഈ 3 ഗുണങ്ങൾക്ക് മുകളിൽ വിശുദ്ധ സത്വത്തിൽ വന്നാലാണ് നമ്മൾക്ക് വസുദേവ സ്റ്റേജ് എന്ന് പറയുന്ന കൃഷ്ണാവബോധ അവസ്ഥയിലേക്ക് നമുക്ക് വരാൻ സാധിക്കും. അപ്പൊ ആ 3 ഗുണങ്ങൾക്ക് മുകളിൽ വരണം. കാരണം തമോ ഗുണത്തിൽ നമ്മൾക്ക് അജ്ഞാനമാണ്, തമസ്സാണ്. അപ്പൊ അവിടെ നമുക്ക് വിവരമില്ല. നമ്മള് മത്സ്യമാംസം, നമ്മള് അതുപോലെ തന്നെ ലഹരി ഇതൊക്കെ ഉപയോഗിച്ച് നമ്മൾ താൽക്കാലിക സന്തോഷങ്ങളിൽ പോയി പെടും. അങ്ങനെ നമ്മള് അതിൽ നമ്മൾ ബദ്ധനായി മാറും. നമ്മൾ ആ ബദ്ധ ജീവാത്മാവാകുന്നത് അങ്ങനെയാണ്. അപ്പൊ ആ സുഖത്തിൽ തന്നെ നമ്മൾ തുടരുമ്പോൾ നമ്മൾ ഇങ്ങനെ തമസിലേക്ക് അടിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. ഒരിക്കലും അവിടെ കരകയറുന്നില്ല. രജോ ഗുണത്തിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ കഠിനാധ്വാനിയായിരിക്കും. രജോ ഗുണക്കാരൻ, നമ്മൾ മെജോറിറ്റി എല്ലാവരും രജോ ഗുണക്കാരായിരിക്കും. എന്താ, ഹാർഡ് വർക്ക് ചെയ്യുക, പൈസ ഉണ്ടാക്കുക, അതുകൊണ്ട് കുടുംബം, കാറ്, നമ്മുടെ പ്രതാപമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ശ്രദ്ധ വരും. ഭയങ്കര അധ്വാനമായിരിക്കും. ഇപ്പൊ ചിലരൊക്കെ വിളിക്കാം, വരുന്നുണ്ടോ സത്സംഗത്തിൽ വരുന്നുണ്ടോ, പ്രഭാഷണമുണ്ടോ, എനിക്കൊണ്ട് സമയമില്ലാന്ന് പറയും. കാരണം എന്താ, ഓടണം. എന്തിനാണ്? പൈസ ഉണ്ടാക്കാനാണ്. ആ പൈസ എന്തിനാണ്? കാറ് വാങ്ങിക്കാനുണ്ട്, അല്ലെങ്കിൽ ഭൂമി മേടിക്കണം, അല്ലെങ്കിൽ ഇന്നൊരു ആഡംബരം നമുക്ക് വാങ്ങിക്കണം. ഇതൊന്നും വാങ്ങണമെന്നല്ല, വാങ്ങണം. പക്ഷേ നമ്മൾ അതിനു വേണ്ടി നമ്മുടെ സമയം, ജീവിതം മുഴുവൻ ചെലവഴിക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെ വന്നാൽ നമ്മള് വീണ്ടും ബദ്ധജീവാത്മാവ് എങ്ങനെ ആ ആസക്തി എന്തില്, ഈ കഠിനാധ്വാനത്തിലുള്ള അല്ലെങ്കിൽ കാമ്യകർമ്മത്തിലുള്ള ആസക്തി നമ്മളെ രജോ ഗുണത്തില് ബന്ധിതനാക്കും. വീണ്ടും പുനർജന്മം രജോ ഗുണത്തിൽ തന്നെ ഫലം പ്രതീക്ഷിച്ചുള്ള ഒരു ജന്മമായിട്ട് വരും. ഇനി അപ്പൊ നമ്മൾ സത്വഗുണത്തിലാണെങ്കിൽ കുഴപ്പമില്ല. സത്വഗുണക്കാരന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? സത്വഗുണത്തിലുള്ള ഒരാൾക്ക് എപ്പോഴും സന്തോഷം ഉണ്ടായിരിക്കും, അയാൾക്ക് എപ്പോഴും സംതൃപ്തി ഉണ്ടായിരിക്കും, അയാൾക്ക് എപ്പോഴും പ്രതാപം ഉണ്ടായിരിക്കും, ജ്ഞാനം ഉണ്ടായിരിക്കും. അപ്പോ ഞാൻ ചിന്തിക്കുകയാണ്, എനിക്ക് സന്തോഷമുണ്ട്, എനിക്ക് സംതൃപ്തിയുണ്ട്, ജ്ഞാനമുണ്ട്, പ്രതാപമുണ്ട്. ഞാനിനി എന്തിനാ ഭഗവാനെ ഭജിക്കാൻ പോകുന്നത്? ഞാനിതിനെ സത്സംഗത്തിൽ പോകുന്നത്? എനിക്കിതെല്ലാം ഉണ്ടല്ലോ, ഇതെല്ലാം എന്റെ കഴിവുകൊണ്ട് കിട്ടിയതല്ലേ എന്ന് നമ്മൾ ചിന്തിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്ത് പറ്റും? നമ്മൾ സത്വഗുണത്തിൽ ഈ പറഞ്ഞ 4 ഗുണങ്ങൾ നമ്മൾ ബദ്ധനാണ്. അപ്പൊ നമുക്ക് വീണ്ടും പുനർജന്മം എന്തിനു നടന്നുകൊണ്ടിരിക്കും? സത്വഗുണത്തിൽ തന്നെ പുനർജന്മം അങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പോ ഏതുവരെ? ബഹുനാം ജന്മനാമത്തെ ജ്ഞാനവാൻ പ്രബന്ധത്തെ ഭഗവാൻ പറയുന്നുണ്ട് ശ്ലോകം. അപ്പോ അതായത് അനേക ജന്മങ്ങൾ എടുത്തെടുത്തെടുത്ത് മനസ്സിലാകും ഞാനിങ്ങനെയല്ല, ഞാൻ ഭഗവാന്റെ ഒരു അംശമാണ്, ഞാൻ ഭഗവാനെ സേവിക്കേണ്ടത് മനസ്സിലാകുമ്പോൾ നമുക്ക് അവിടേക്കും ഒരുപാട് ജന്മങ്ങൾ കടന്നു പോകും. അതിനിടയിൽ നമ്മൾ എന്തെങ്കിലും അഭിമാനം കൊണ്ട് അഹങ്കാരമായി ചിലപ്പോൾ രജോ ഗുണത്തിലേക്ക് താഴെ വീഴാം, ചിലപ്പോൾ രജോ ഗുണത്തിൽ നിന്ന് തമോ ഗുണത്തിലേക്ക് വീഴാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ 84 ലക്ഷം തരത്തില് ഈ 4 ലക്ഷത്തിൽ പെടാനുള്ള ചാൻസ് കൂടി കുറഞ്ഞിട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു പക്ഷിമൃഗാദികൾ പിന്നെ ആ സൈക്കിൾ, അതൊരു പ്രോഗ്രാമാണ് ഭഗവാൻ. അപ്പൊ ആ 84 ലക്ഷത്തിൽ 80 ലക്ഷം തരം എന്നുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പൊ അതിനകത്ത് ചിലപ്പോൾ ഒരു പക്ഷിയായിട്ട് ജനിക്കണമെങ്കിൽ അത് അവസാനത്തെ ആഗ്രഹം തിരിച്ചിരിക്കും. ആ പക്ഷി രജോ ഗുണം തമോ ഗുണത്തിലെ പക്ഷിയായിരിക്കും ചിലപ്പോൾ, കഴുകനൊക്കെ പോകണം. പിന്നെ കുറെ ജന്മം കഴിയുമ്പോൾ ഭഗവാൻ ഒരു അപ്ഗ്രേഡ് കൊടുക്കും, രജോ ഗുണത്തിലെ പക്ഷിയായി. പിന്നെ രജോ ഗുണത്തിലെ പക്ഷി കുറെ കാലം കഴിയുമ്പോൾ ഭഗവാൻ ചിലപ്പോൾ സത്വഗുണത്തിലെ പക്ഷിയാക്കി വിടും. പിന്നെ ഒരു മൃഗമായി വരാം, തമോ ഗുണത്തിലെ മൃഗം, രജോ ഗുണത്തിലെ മൃഗം, പിന്നെ സത്വഗുണത്തിലെ ഒരു മൃഗമാണ്. അങ്ങനെ 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 പിന്നീട് എപ്പോഴോ നമുക്കറിയില്ല, ചിലപ്പോൾ നമ്മുടെ ആ ഒരു ഭഗവാന്റെ കൃപ പോലെ, കാരുണ്യം പോലെ നമുക്ക് ഒരു മനുഷ്യജന്മം കിട്ടിയത് വരും. അപ്പൊ അങ്ങനെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു മനുഷ്യജന്മമാണ് ഇത്. അടുത്തത് എപ്പോഴെന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അടുത്ത ജന്മമെങ്കിലും മനുഷ്യജന്മം തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് ചില ക്വാളിറ്റീസ് വേണം. ആ ക്വാളിറ്റീസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കും. 12ാമത്തെ അധ്യായത്തില് ഭഗവത്ഗീത 12ാമത്തെ അധ്യായം ഭക്തിയോഗത്തില് 7ാമത്തെ ശ്ലോകം ഭഗവാൻ പറയുന്നത് തേഷാമഹം സമുദ്ധർത്ത മൃത്യു സംസാര സാഗര ഭവാമിക ചിരാത്മാർക്ക മയ്യാവേശിത ചേതസ. അതായത് എന്നിൽ അചഞ്ചലമായി മനസ്സൂന്നിക്കൊണ്ട് ആരാണോ എന്റെ ഭക്തി സേവനത്തിൽ ഏർപ്പെടുന്നത് അവരെ ഞാൻ ഈ സംസാരം, മൃത്യു സംസാരം, അല്ലെങ്കിൽ ജന്മമൃത്യു ജരാവ്യാധിയുടെ ഈ സമുദ്രത്തിൽ നിന്ന് കൈപിടിച്ച് കയറ്റുന്നുള്ള ഒരു ഗ്യാരണ്ടി ഭഗവാൻ പറയുന്നുണ്ട് 12ാം അധ്യായത്തിൽ. അപ്പൊ 12ാം അധ്യായത്തിൽ ഭക്തിയോഗം കഴിഞ്ഞ് ഭഗവാൻ ഭഗവത്ഗീത അവിടെ അവസാനിപ്പിക്കുകയായിരുന്നു. പക്ഷെ എന്നിട്ടും 13 നിന്ന് 18 വരെ വീണ്ടും 6 അധ്യായങ്ങൾ ഭഗവാൻ പറയുന്നുണ്ട് അർജുനോട്. എന്തുകൊണ്ടാണ്? കാരണം ഈ കൈ പിടിച്ച് കയറണമെങ്കിൽ ആ കൈ പൊക്കാനുള്ള കഴിവ് നമുക്കുണ്ടായിരിക്കും. അതിനൊരു മിനിമം ക്വാളിറ്റി നമുക്ക് വേണം. ആ എന്ത് ക്വാളിറ്റിയാണ് ഭഗവാനെ കൈപിടിക്കാൻ വേണ്ടത് എന്നുള്ള ജ്ഞാനമാണ് ജ്ഞാനയോഗത്തിലൂടെ 13 മുതൽ 18 വരെയുള്ള 6 അധ്യായങ്ങളിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ജ്ഞാനം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഭഗവാന്റെ കൈ വരുമ്പോൾ ആ കൈ കയറി പിടിക്കാൻ സാധിക്കും. നമുക്കറിയാം ഭഗവത്ഗീതയിലെ വളരെ പ്രധാനമായ ഫേമസ് ആയിട്ടുള്ള ശ്ലോകമാണ് 8ാമത്തെ അധ്യായത്തിൽ 8.5 പറയുന്നതാണ് അന്ധകാലേ ച മാമേവ സ്മരം കൃത്വാ കളയവരം യ പ്രയാതി സമദ്ഭാവം യാതി നാസ്ത്യന്തര സംശയ.
ഇത് വലിയ തത്വമൊന്നുമില്ല, പക്ഷെ വളരെ പ്രധാന കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ അന്ധകാരേച്ചമായ അവസാന കാലത്ത് മരണസമയത്ത് എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട് ആരാണോ ശരീരം വെടിയുന്നത് അവർ എന്റെ പാപത്തെ പ്രാപിക്കും, യാതൊരു സംശയമില്ല എന്ന് ഭഗവാൻ പറയും. ഗ്യാരണ്ടി, വീണ്ടും ഒരു ഗ്യാരണ്ടി പേപ്പർ തരുന്നത്. അപ്പൊ മരണസമയത്ത് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ശരീരം വെടിഞ്ഞാൽ ഭഗവാന്റെ ഭാവത്തെ പ്രാപിക്കും എന്ന് വെച്ചാൽ നമുക്ക് അതീന്ദ്രിയ ഭാവത്തെ പ്രാപിക്കും. അതായത് ഭഗവാന്റെ ലോകത്തേക്ക് നമുക്ക് പോകാൻ സാധിക്കും. എന്ന് വെച്ചാൽ ജന്മം മറ്റ് ജരാവ്യാധിയില്ല എന്ന് വെച്ചാൽ നമുക്ക് പുനർജന്മം ഒഴിവാകും. അതായത് മോക്ഷം, മുക്തി നമുക്ക് ലഭിക്കും. വളരെ നല്ലൊരു ക്ലിയർ ആയിട്ട് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അവസാന കാലത്ത് ഭഗവാനെ ഓർക്കണം. വളരെ സിമ്പിളാണ്. നമ്മൾ വിചാരിക്കും അത് അവസാന കാലത്ത് ഓർക്കാൻ പറ്റും. ഇപ്പൊ ഞങ്ങളുടെ അടിച്ചു പൊളിച്ച് എല്ലാവിധ സുഖ സൗകര്യത്തിൽ എൻജോയ് ചെയ്തിട്ട് മരിക്കാറാകുമ്പോ ഞാൻ ഭഗവാന്റെ കാര്യം ഓർക്കണമെന്ന് വിചാരിച്ചു നടക്കോ? ഒരിക്കലും നടക്കില്ല. പഠിച്ചതേ പാടും. നമുക്ക് എന്ത് സംഭവിക്കും? നമ്മൾ എന്ത് സുഖാലോലുപതയിലാണ് നമ്മൾ മുങ്ങിക്കിടക്കുന്നത്, അവസാന കാലത്ത് അതിന്റെ ആദ്യങ്ങളായിരിക്കും മനസ്സിൽ. അയ്യോ എന്റെ ആ ബിൽഡിംഗ് എന്തായി, അയ്യോ എന്റെ വാടകാര്യം മേടിക്കും, അയ്യോ എന്റെ സ്വർണ്ണം എന്ത് ചെയ്യും, ബാങ്കിലെ പണം എന്ത് ചെയ്യും, എന്റെ മക്കൾ ഇത് നോക്കും, മൊത്തം ആദികൾ കയറി വരും. ഈ ആദി വെച്ചുകൊണ്ട് നമ്മൾ മരിക്കുമ്പോ ആ ആദിയുടെ ഒരു സങ്കലനമായിട്ടുള്ള ശരീരമായിരിക്കും അടുത്ത് കിട്ടുന്നത്. ചിലരുണ്ട് ഒരു വീട് പണിതു, ആ വീട് പണിതിട്ട് ചിലപ്പോൾ വീട് പണിതു മക്കളായിരിക്കും വീട് പണിത്, ചിലപ്പോൾ ഒരു കാരണവര്, ആരെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല, ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോ ചില കാരണന്മാര് കണ്ടിട്ടുണ്ടാവും, ആ വീടിന്റെ ഫ്രണ്ടിൽ ഒരു കസേരയ്ക്ക് ഇരിക്കും, ഒരാളെ ഉച്ച വരെ കണ്ട ഓടിക്കും. ഈ കോമ്പൗണ്ടിൽ കയറാൻ പാടില്ല, എന്റെ മോന്റെ വീട്, മോൻ കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി പഠിക്കുന്നത് ഒരു പട്ടി പോലാണ് കേൾക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഇരിക്കും എല്ലാവരും. അങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ അദ്ദേഹത്തിന് ആ വീടിനോടുള്ള അറ്റാച്ച്മെന്റ് വന്നിരിക്കുകയാണ്. അത് അദ്ദേഹത്തിനെ ബന്ധനാക്കുമ്പോൾ അടുത്ത ജന്മത്തിൽ ചിലപ്പോൾ ആ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ഒരു മരമായിട്ടായിരിക്കും ചിലപ്പോൾ ജന്മം. പറയാൻ പറ്റില്ല. കാരണം ആ വീട് കണ്ടുകൊണ്ട് നിൽക്കും മരം. ആ മരം ചിലപ്പോൾ നിൽക്കുന്നത് 500 വർഷമായിരിക്കും. അതിന്റെ ഇടയിൽ ആ വീട് തകരുന്നതും പൊളിയുന്നതും അവിടെ വേറെ എന്തെങ്കിലും ആവണതും ചിലപ്പോൾ അതൊരു വേറെ കെട്ടിടമായി പോണതോ അല്ലെങ്കിൽ അവിടെ ഒരു കുളമായി മാറാനൊക്കെ ഇദ്ദേഹം ഇത് കാണേണ്ടി വരും. ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇടാൻ പറ്റില്ല അല്ലെ? ഇതുപോലെയുള്ള ജന്മങ്ങളിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. അപ്പൊ നമ്മള് അന്ധകാലേജമായ സ്മരണ അവസാന കാലത്ത് ഭഗവാന്റെ സ്മരണം എന്തെങ്കിലും എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. അവസാന പരീക്ഷയ്ക്ക് നമ്മള് പരീക്ഷ തലേദിവസം പഠിക്കുക, അതുവരെ ഞാൻ കറങ്ങി സിനിമയ്ക്ക് പോവാന്ന് പറഞ്ഞാൽ സംഭവിക്കും, പരീക്ഷയ്ക്ക് നോക്കും. അത് തന്നെ നമ്മള് ആ പ്രായമാകുമ്പോൾ നമ്മള് LKG പോയി UKG പോയി 1ാം ക്ലാസ് 2ാം ക്ലാസ് പഠിച്ച് നമ്മൾ വരുമ്പോൾ ആ അവസാന പരീക്ഷയ്ക്ക് നമ്മൾ പാസ്സായി, നല്ല മാർക്കോടെ പാസ്സാകും. അതുപോലെ തന്നെ 5 വയസ്സുള്ള കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ ഇപ്പോഴേ തുടങ്ങിക്കൊള്ളുക. 5 വയസ്സിൽ തന്നെ. കാരണം എനിക്കൊക്കെ 40 വയസ്സ് 45 വയസ്സായപ്പോഴാണ് ബോധം വന്നത്. അപ്പോ ആ ഇത് നമ്മൾ ഇപ്പോൾ ഏത് സമയത്ത് നമുക്ക് ഈ അവബോധം വരുന്നു ആ സമയത്ത് നമ്മൾ കുട്ടികളിൽ തന്നെ തുടങ്ങുക. അപ്പോ അവർക്ക് ഈ അവബോധം ഉണർന്നു വരികയും നമുക്ക് ഭഗവാനെ ഓർക്കാൻ സാധിക്കും. അടുത്ത ശ്ലോകം ഭഗവാൻ പറയുന്നത്, ഭഗവാൻ ഭയങ്കര രസകരമായിട്ടാണ് ഭഗവത്ഗീത ശ്ലോകം ഓർക്കുന്നത്. 8.6 ഭഗവാൻ 8.5 പറഞ്ഞു എന്നെ ഓർത്തുകൊണ്ട് മരിച്ച എന്റെ ഭാവത്തെ പ്രാപിക്കും. അപ്പൊ നമുക്കൊരു ചോദ്യം വരും, അപ്പൊ ഞാൻ ഭഗവാനെ ഓർക്കാതെയാണ് മരിക്കണമെങ്കിലും യം യം വ്യാപി സ്മരൻ ഭാഗം യജന്തത്തെ കളയവരം തഥാ തം തമേവൈതി കൗന്ദേയ സദാ തത്ഭാവ ഭാവിതഃ. 8.6 നെക്സ്റ്റ് ശ്ലോകം. അതായത് ഇനി ഒരാൾ എന്തിനെ ഓർത്തുകൊണ്ടാണോ ശരീരം വെടിയുന്നത് അയാൾ ആ ഭാവത്തെ പ്രാപിക്കും, അതിനെ പ്രാപിക്കും, തീർച്ചയായും പ്രാപിക്കും. അപ്പോ രണ്ടാമത്തേത് തോന്നും അല്ലെ, ഭഗവാനെ ഓർത്തുകൊണ്ട് മരിച്ചാൽ ഭഗവാന്റെ പാപം കിട്ടി, അതായത് നമുക്ക് മോക്ഷം കിട്ടി. ഇനി വേറെ എന്തെങ്കിലും ഓർത്തുകൊണ്ടാ മരിക്കുന്ന, നേരത്തെ മരത്തിന്റെ കാര്യം പറഞ്ഞ പോലെ അതിലേക്കായിരിക്കും നമ്മുടെ ജന്മം പോകുന്നത്. അല്ലെങ്കിൽ വേറൊരു ഭഗവാൻ വേറൊരു നമ്മളൊരു ഉപദൈവങ്ങളെ ആരെങ്കിലും ഓർത്തുകൊണ്ടാണെങ്കിലും കാര്യം നമ്മൾ അവരുടെ നാമത്തിൽ ആയിരിക്കും ജനിക്കുന്നത്. പക്ഷെ എവിടെ പോയാൽ 27-14 ലോകത്തിൽ എവിടെ പോയാലും നമ്മൾക്ക് ജന്മം മൃത്യു ജരാവ്യാധിയുണ്ട്. 8.16 ഭഗവാൻ പറയുന്നുണ്ട്, അബ്രഹ്മ പുനരാലോക പുനരാവർത്തനോർജുന തം തമേവ അമുപേദ്യതു കൗന്ദേയ പുനർജന്മാന വിദ്യതേ. അതായത് ഈ ഭൗതിക ലോകത്തിലെ ഏറ്റവും ഉന്നതമായ ബ്രഹ്മലോകത്തിൽ ചെന്നാൽ പോലും, അല്ലെങ്കിൽ ആ ബ്രഹ്മലോകം പോലും ജന്മ മൃത്യു ജരാവ്യാധികൾ ഉള്ള കഷ്ടപ്പാടുള്ള സ്ഥലമാണ്. എന്നാൽ എന്റെ നാമത്തിൽ വന്നാൽ എന്നോടൊപ്പം ജീവിക്കാം, എനിക്ക് വീണ്ടും പുനർജന്മാന വിദ്യത, ഒരിക്കലും പിറക്കേണ്ടി വരുന്നുള്ള നല്ല ഗ്യാരണ്ടി തരുന്നുണ്ട്. ഇത്രയും ഗ്യാരണ്ടിയുള്ള പുസ്തകം നമ്മൾ മാറ്റി വെച്ചിരിക്കുക. നമ്മുടെ കുട്ടികളെ നമ്മളും തൊട്ടിട്ടില്ല, നമ്മുടെ പുതിയ ജനറേഷൻ ആരെയും നമ്മൾ കാണിച്ചു കൊടുത്തിട്ടില്ല, രഹസ്യമായിട്ട് വെച്ചിരിക്കണം. നമുക്കിതെല്ലാം തന്നിട്ടുണ്ട് ഭഗവാൻ. നമ്മൾ സിലബസ് പഠിക്കാതെ നമ്മൾ എന്തൊക്കെയോ പഠിച്ച് പരീക്ഷയിൽ തോറ്റോണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ നിന്ന് കരകയറാൻ ഈ 2 ശ്ലോകം പറയുമ്പോൾ നമുക്ക് തോന്നും, അപ്പോ ഭഗവാനെ കുറിച്ച് ഓർത്താൽ ഭഗവാന്റെ നാമത്തിലെത്താം. ഭഗവാനെ കുറിച്ച് വേർതിരിക്കുന്നത് ഓർത്തു കഴിഞ്ഞാൽ
അവിടെ എത്തും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം, എല്ലാ പണി ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ പോവാം, ഞാൻ ഭഗവാനെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ പോവാം എന്ന് വിചാരിച്ചാലോ, അപ്പൊ നമ്മൾ കർമ്മത്തിൽ നിന്ന് ഒളിച്ചോട്ടോ. അപ്പൊ ഇത് ഭഗവാൻ അറിയാം നമ്മുടെ മനസ്സെങ്ങനെ പോകുന്നു, കാരണം ഭഗവാൻ നമ്മളെ കുറിച്ച് മുഴുവൻ അറിയാമല്ലോ. അപ്പൊ ഭഗവാൻ 8.7 പറയുന്നുണ്ട് തസ്മ, അതുകൊണ്ട് പറവ നിർത്തിയില്ല. 8.5, 6, 9, 7 പോയിട്ട് പറയാണ് തസ്മാ സർവേഷു കാലേഷു മാം അനുസ്മരയുധ്യച. അർജുന, തസ്മ അതുകൊണ്ട് സർവേഷു കാലേഷു എല്ലാ കാലത്തും നീ മാം അനുസ്മര യുദ്ധച, നീ എന്നെ സ്മരിച്ചുകൊണ്ട് നിന്റെ നിയതകർമ്മമായ യുദ്ധം ചെയ്യുക. നിന്റെ കർമ്മം നീ ചെയ്യണം. മയ്യർപ്പിത മനോബുദ്ധിർ മാമേ വൈശ്യസ്യ സംശയത. സെക്കൻഡ് ലൈൻ എത്ര സുന്ദരമായ ശ്ലോകമാണ്. മയ്യർപ്പിതം, നിന്റെ കർമ്മങ്ങൾ എനിക്കായി അർപ്പിച്ചു, നിന്റെ മനസ്സും ബുദ്ധിയും എന്നിൽ ഉറപ്പിച്ചു നിന്നാൽ നിനക്ക് എന്നെ പ്രാപിക്കും. തീർച്ചയായും വീണ്ടും ഗ്യാരണ്ടിയാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ. അതായത് ഭഗവാനെ പ്രാപിക്കാം. എന്താ പറയാൻ കാരണം, ചില ആൾക്കാരുണ്ട് ഭക്തിമാർഗം, നമ്മുടെ ഒരു സിനിമയിൽ ശ്രീനിവാസൻ ചെയ്യുന്ന പോലെ ശബരിമലയിൽ പോയി വന്ന് പിന്നെ സ്വാമീന്ന് മാറുന്നില്ല എന്ന് പറയുന്ന പോലെ. അതായത് ചിലരെന്ത് ഭക്തിമാർഗമാണ്. അപ്പോ ചിലരുണ്ട് അവർ ഭക്തിമാർഗം വീട്ടിലെ പണി ചെയ്യില്ല, എനിക്ക് അടുക്കള കയറാൻ സമയമില്ല. അല്ലെങ്കിൽ ചിലവർ പറയും ഇല്ല എനിക്ക് കടയിൽ പോകാൻ സമയമില്ല, നീ തന്നെ എല്ലാം മേടിക്കും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് എന്താ ഭക്തിയാണ്. എനിക്ക് അവിടെ നിന്ന് പ്രഭാഷണം കേൾക്കാൻ പോകണം, എനിക്കിന്ന് അവിടെ സപ്താഹമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് അമ്പലത്തിൽ ഇത് കൊടുക്കാൻ പോകണം. എന്തിനാണ്? അത് ഒരു ഒഴിവ് കഴിവാണ്. അതല്ല ഉദ്ദേശിക്കുന്നത്. നമുക്ക് ചെയ്യാവുന്ന എല്ലാ സർവീസുകളും നമ്മൾ ചെയ്യണം. നമ്മുടെ വീട്ടിലുള്ളത് ആരൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാം ഭഗവാന്റെ അംശങ്ങളായ ജീവാത്മാക്കളാണ്. അവരുടെ എല്ലാം കൂടെ ഭഗവാനുണ്ട്, അല്ലേ? അപ്പൊ നമ്മളെല്ലാവരെയും ആ രീതിയിൽ കാണും. കുടുംബത്തിൽ വയസ്സായ ഒരാളുണ്ട്, ആ വയസ്സായ ആളെ നമ്മൾ ശുശ്രൂഷിക്കണം. അതാരാണ്? നമ്മുടെ അമ്മയോ അച്ഛനോ അമ്മാവനോ അമ്മയോ ആരും ആയിക്കോട്ടെ, പക്ഷെ അതും ഒരു ജീവാത്മാവാണ്. ആ ജീവാത്മാവിനും ഭഗവാനുണ്ട്, പരമാത്മാവിന് ഭഗവാനുണ്ട്. അപ്പൊ നമ്മൾ അവരെല്ലാം സർവീസ് ചെയ്യണം. അപ്പൊ ആ സർവീസുകളൊന്നും മുടക്കിയിട്ട് നമ്മൾ ഭഗവാനെ പോയി പിടിക്കേണ്ട ആവശ്യമില്ല. അതിന്റെ ഒപ്പമാണ് ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം? അവരെ പരിചരിക്കുന്നു, അവർക്കൊരു കാര്യം ചെയ്തു കൊടുക്കണമെന്ന് വിചാരിക്കാൻ ഞാൻ ഈ ചെയ്യുന്നത് ഭഗവാന് വേണ്ടിയിട്ടാണ്. ഭഗവാന്റെ ഒരു ജീവാത്മാവിനെ ഞാൻ സേവിക്കുന്നു, ഭഗവാന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ആ മനോഭാവമാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടത്. അപ്പൊ നമുക്ക് ആരോടും ഒരു വിരോധം ഉണ്ടാവില്ല. നമ്മൾ ഭഗവാനെ തന്നെ സേവിക്കുകയാണ് പല സേവനങ്ങളിലൂടെ. അതാണ് ഭഗവാൻ പറഞ്ഞത് തസ്മാ സർവേഷുകാരോട് മാമനുസ്മര യുദ്ധച്ച. അപ്പൊ അർജുനൻ ക്ഷത്രിയനാണ്, ക്ഷത്രിയന്റെ കർമ്മമായി യുദ്ധം ചെയ്യണം. അതുപോലെ നമ്മൾക്ക് ചില ഡ്യൂട്ടീസ് ഉണ്ടാവും. ആ ഡ്യൂട്ടീസിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കർമ്മത്തിൽ നിന്ന് ഒളിച്ചോടുവാനായിട്ട് നമ്മൾ ഭക്തിമാർഗത്തിലേക്ക് പോകരുത്. ഭക്തി എന്നുള്ളത് നമ്മുടെ നിത്യം ചെയ്യുന്ന ഓരോ കർമ്മത്തിന്റെ ഒപ്പം ഭഗവാനെ സെൻട്രലൈസ് ചെയ്യുന്നതാണ്. ഇപ്പൊ നമ്മൾ രാവിലെ എണീറ്റു ചിലപ്പോൾ ഭയങ്കര സത്വഗുണത്തിലായിരിക്കും എല്ലാവരും. കുളിച്ചു, കുറി തൊട്ടു, വെളുക്കാതിച്ചു, പ്രാർത്ഥിച്ചു, അതുവരെ എല്ലാം കൊള്ളാം, എല്ലാം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായി കൊണ്ട് ചിലപ്പോൾ ഓഫീസിലേക്ക് ഓടും. പോണ വഴിയും തുടങ്ങും രജോഗുണം തമോഗുണം. ആദ്യം ചിലപ്പോൾ 2-3 പരദൂഷണം, അതെല്ലാം പറഞ്ഞുകൊണ്ട് പോയി ഓഫീസ് ചെന്നപ്പോൾ മുഴുവൻ പരദൂഷണം. ഇതെല്ലാം കഴിഞ്ഞു വൈകുന്നേരം വന്നാൽ വീണ്ടും കുളിച്ച് വീണ്ടും സത്വഗുണത്തിലേക്ക് തിരിച്ചു വരും. ഇപ്പൊ ഇവിടെ എന്താ വെച്ചാല് നമ്മള് ബാലൻസ് ചെയ്യാൻ നോക്കുകയാണ്. അത് പാടില്ല. ബാലൻസ് ചെയ്യരുത് നമ്മുടെ ഭക്തി. നമ്മള് ഭക്തിയിലൂടെ നമ്മൾ അതിലേക്ക് മിക്സ് ചെയ്ത് വേണം കൊണ്ടുപോകാനായിട്ട്. ഓരോ സമയത്തും നമ്മൾ രാവിലെ അല്ല, ഉച്ചയ്ക്കല്ല, രാത്രി എപ്പോഴായാലും നമ്മൾ ചിന്തിക്കുക നമ്മുടെ ഉള്ളിൽ ജീവാത്മാവുണ്ട്. ആ ജീവാത്മാവിന്റെ പരമാത്മാവ് ഒരു ഈ ചിപ്പ് ഉണ്ടല്ലോ, നമ്മുടെ ഇലക്ട്രോണിക് ചിപ്പ് പോലെ ഭഗവാനെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ആ റെക്കോർഡാണ് നമുക്ക് അടുത്ത ശരീരത്തിലേക്കുള്ള നമ്മുടെ റിപ്പോർട്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിൽ എന്തുണ്ടോ ആ ആഗ്രഹങ്ങൾക്കനുസരിച്ചായിട്ട് നമുക്ക് അടുത്ത ഇത് കിട്ടും. അപ്പോ അവസാന കാലത്ത് നമുക്ക് ഭഗവാനെ ഓർക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ഈ നാമജപം ഉണ്ടായിരിക്കണം. ആ നാമം നമ്മൾ എപ്പോഴും ഓർത്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് ഭഗവാനെ അവസാന കാലത്ത് ഓർക്കാൻ സാധിക്കും. അല്ലെങ്കിൽ അവസാന കാലം എങ്ങനെയായിരിക്കും നമുക്കറിയില്ല. ബോധമുണ്ടാവുമോ, വെളിവുണ്ടാവുമോ, അല്ലെങ്കിൽ ഒരുപാട് ജ്വരങ്ങളിലാണോ, അല്ലെങ്കിൽ പല പ്രശ്നങ്ങളിലായിരിക്കും. അപ്പൊ ആ സമയത്ത് കൃത്യമായിട്ട് നമുക്ക് ഈ മാനസികമായിട്ട് ആയിരിക്കണമെന്നില്ല. പക്ഷെ നമ്മൾ പഠിച്ചത് പാടുപോലെ നമ്മൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ ആ സമയത്തും നമ്മൾ ചിലപ്പോൾ കൃഷ്ണ എന്നായിരിക്കും. ഇപ്പൊ നമ്മൾ അയ്യോ എന്നായിരിക്കും വിളിക്കുന്നത്, പക്ഷെ അത് തന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ കൃഷ്ണ കൃഷ്ണ എന്നായിരിക്കും നമ്മൾ വിളിക്കുന്നത്. ആ ഒരു വിളി മതി നമുക്ക് ഈ ഒരു സംസാര സാഗരത്തിൽ നിന്ന് മുക്തി നേടുവാനായിട്ട്. അപ്പോ കലിയുടെ ധർമ്മമായിട്ട് നമ്മൾ പറഞ്ഞു നിർത്തുകയാണെങ്കിൽ വലിയ മണിക്കൂറുകൾ നമുക്ക് പറയാനുള്ള വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. പക്ഷെ ഏറ്റവും ചുരുക്കി പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിന്റെ സിലബസ്. അത് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാവാൻ ഞാൻ ആ ടേം യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു പാഠ്യപദ്ധതിയിൽ നമ്മൾ മനുഷ്യ ജന്മം കിട്ടുമ്പോൾ നമ്മൾ ആ സിലബസിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യുക. അതായത് നമ്മുടെ പുണ്യഗ്രന്ഥങ്ങൾ ഉപയോഗിക്കുക. അതിൽ പറഞ്ഞിട്ടുള്ള കലിസന്ധരണ മന്ത്രം നമ്മൾ ചൊല്ലിയിട്ട് നമ്മൾ ജീവിതത്തിൽ നിത്യവും നമുക്കൊരു കൃത്യമായ ഒരു സാധന ഉണ്ടായിരിക്കണം. രാവിലെ എണീറ്റ് നമ്മൾ കൃത്യമായിട്ട് ഇത്ര മന്ത്രജപം ചെയ്യുക, മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുക, മുഴുവൻ സമയം ഭഗവാനെ നമ്മൾ മനസ്സിലേക്ക് നടക്കുക. അപ്പോ എല്ലാ കാര്യവും ഭഗവാൻ സമർപ്പിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു തെറ്റായ വഴിയിലേക്ക് പോകില്ല. അപ്പോൾ പതിയെ നമുക്ക് ക്രമേണ ഭഗവാൻ പറയുന്ന പോലെ നമുക്ക് ആ പാതയിലേക്ക് വരാനും
നമുക്ക് ഈ വളരെ അപൂർവമായി നമ്മൾ കിട്ടിയിരിക്കുന്ന ഈ മനുഷ്യ ജന്മം നമുക്ക് ഉപയോഗപ്പെടുത്താനും അങ്ങനെ നമ്മുടെ കലിയുഗ ധർമ്മം നമുക്ക് നിർവഹിക്കാൻ സാധിക്കും. വേറെ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഈ കലിയുഗത്തിൽ നമുക്ക് രക്ഷയില്ല, നമുക്കറിയാവുന്നതാണ്. അപ്പോ ആ രീതിയിലെല്ലാം ഭഗവാൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പൊ ഒരാൾക്ക് വീട്ടിൽ നിന്ന് പോകാൻ പറ്റുന്നില്ല, വയ്യ, പ്രായമായി, അല്ലെങ്കിൽ വേറെ മടിയാണ്, പക്ഷെ വീട്ടിലിരുന്ന പോലെ നമുക്ക് മൊബൈലിലൂടെയും യൂട്യൂബ് വഴിയും എല്ലാം പലതും കേൾക്കാനുള്ള സൗകര്യങ്ങൾ ഭഗവാൻ തന്നെ തന്നിട്ടുണ്ട് നമുക്ക്, അല്ലെ? ടെക്നോളജി അതെല്ലാം ഉപയോഗപ്പെടും. നല്ല ഇതിന് സിനിമ കാണുന്നതിന് പകരം അത് കാണുക, അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ട് നമ്മുടെ ജീവിതം ഇനിയുള്ള സമയം മുഴുവൻ നമ്മൾ ആ കാര്യത്തിന് പറ്റും. എന്നുവെച്ചാൽ ജോലിയൊന്നും ചെയ്യാതിരിക്കണമെന്നല്ല, എല്ലാം ചെയ്യുന്നതിന്റെ ഒപ്പം നമ്മൾ ഭഗവാനെ കൂടെ മനസ്സിലാക്കി നമ്മളുടെ റോൾ എന്താണ്, നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ അല്ലെങ്കിൽ നമ്മുടെ മൂല സ്വരൂപം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ പാതയിലേക്ക് മുന്നേറി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ യാതൊരു നഷ്ടവും ഉണ്ടാവില്ല. ഭഗവത്ഗീത ശ്ലോകം 2.40 അതുകൂടി പറഞ്ഞു നിർത്താം. നേഹാവിക്രമനാശോസ്തി കൃത്യമായോ അനവിദ്യതേ സ്വല്പം അഭ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയ. 2.40 ശ്ലോകം. അതായത് നിങ്ങൾ ഈ ഒരു ഭക്തി സേവനത്തിലേക്ക് കടന്നാൽ ഭഗവാൻ പറയുകയാണ്, ഇതിനകത്ത് ലാഭമോ നഷ്ടമോ ഒന്നും ചിന്തിക്കേണ്ട, അതൊന്നുമില്ല. സ്വല്പം അഭ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയ. സ്വല്പം അഭ്യസ്യ, അതിൽ തന്നെ ചെറുതായൊരു അഭ്യാസം പോലും, ചെറിയൊരു മുന്നേറ്റം പോലും ത്രായതേ മഹതോ ഭയ, വലിയ ഭയത്തിൽ നമ്മളെ ത്രാണനം ചെയ്യിക്കും. വലിയ ഭയം, നമ്മുടെ വലിയ ഭയം എന്താ? മരണഭയമാണ്. അപ്പോ ഏറ്റവും വലിയ ഭയത്തിൽ നിന്ന് കരകയറാൻ നമുക്ക് ഈ ഭക്തിയിൽ ഒരു ചെറിയ മുന്നേറ്റം നമുക്ക് സഹായകമാകും. അതായത് അതൊരു അക്കൗണ്ട് പോലെ കിടക്കും. അപ്പൊ ഈ ജന്മത്തിൽ നമുക്കിപ്പോ എന്തോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഭക്തി അല്ലെങ്കിൽ ആത്മീയമായി നമ്മുടെ ആ മുന്നേറ്റം നമ്മുടെ അക്കൗണ്ടിൽ കിടക്കും. നമ്മുടെ ഈ ശരീരം നശിച്ചു പോയിട്ട് ഈ ആത്മാവിന്റെ കൂടെ തന്നെ ആത്മാവിലൂടെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം എല്ലാം കൂടെ പോകും അടുത്ത ശരീരത്തിലേക്ക്. അതെല്ലാം അവിടെ ഇങ്ങനെ കിടക്കും, അടിഞ്ഞു കിടക്കും. അതനുസരിച്ചുള്ള ഒരു വാസനകൾ വരും അടുത്ത ശരീരത്തിൽ. പക്ഷെ ഈ അക്കൗണ്ടിൽ കിടക്കുന്ന ആത്മീയത അവിടെ വർക്ക് ചെയ്യും. അപ്പൊ അത് നമ്മൾക്ക് കൂടെ. പക്ഷെ ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്ന കാറ്, ബംഗ്ലാവ്, നമ്മുടെ സ്വർണം, മറ്റുള്ള ഫ്രണ്ട്ഷിപ്പ്, അതൊന്നും നമുക്ക് കൂടെ വരില്ല. പക്ഷെ ഇത് വരും ആത്മീയമായി നമ്മൾ. അതാണ് ഭഗവാൻ ഗ്യാരണ്ടി തരുന്നത് 2.40 സ്വല്പം അഭ്യസ്യ ധർമ്മസ്യ. അത് നമ്മുടെ കൂടെ വരും. അപ്പൊ നമ്മൾ അതാണ് നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം. അത് നമ്മൾ സ്വരുക്കൂട്ടി വെച്ചാൽ ആ അക്കൗണ്ട് അടുത്തത് തോക്കണം. അപ്പൊ എത്രത്തോളം ആത്മീയമായി ജ്ഞാനം നമ്മൾ അതിനകത്ത് ആ അക്കൗണ്ടിൽ ഇട്ട് വെച്ചിട്ടുണ്ടോ അത് അടുത്ത സ്ഥലത്ത് നമുക്ക് ഗുണം ചെയ്യും. അല്ല നമ്മൾ വീണ്ടും ഒന്നേന്ന് തുടങ്ങേണ്ട ആവശ്യമില്ല. അതാണ് ഭഗവാൻ നമുക്ക് തരുന്ന ഗ്യാരണ്ടി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ സമയം 1 മണിക്കൂറായി, ഞാൻ അവസാനിപ്പിക്കുകയാണ്. പഞ്ചാകൽപത കൃപ സിന്ധൂഭ്യ വിജയപ്രധാന പാവനീ വൈഷ്ണവേ. ഹരേ കൃഷ്ണ.